കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റങ്ങളെ സംബന്ധിച്ചും ചരിത്രത്തെയൊക്കെ സംബന്ധിച്ചുമൊക്കെയുള്ള ആലോചനകൾ വളരെ കാര്യമായ രീതിയിലാണ് ഈ സമീപ സമയങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഒരു ഗവേഷക വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഈ നമ്മൾ ഹിസ്റ്ററിയിൽ സാധാരണയായി ചെയ്യാറുള്ളത്, ഹിസ്റ്ററി പഠിക്കുന്ന ആളുകൾ എന്തെങ്കിലും ഒരു പഴയ കഥയോ സംഭവമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വളരെ കൗതുകം ഉണർത്തുന്ന എന്തെങ്കിലും ഒരു കാര്യമോ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് വരുന്ന ഒരിക്കലും ഒരു ഹിസ്റ്ററി അല്ല എന്നുള്ളതാണ് ഞങ്ങൾ ഹിസ്റ്ററി വിദ്യാർത്ഥികളുടെ ഒരു സങ്കല്പം. അത് നമുക്ക് ആർക്കും സാധിക്കുന്നതാണ്. നമ്മൾ ഏതൊരു നാട്ടിൽ ചെന്നാലും അല്ലെങ്കിൽ ഏതൊരു ആർക്കൈവ്സിലോ പഴയ പത്രങ്ങളോ തുടങ്ങി എന്തെങ്കിലുമൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കൗതുകമുണർത്തുന്ന അല്ലെങ്കിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന കഥകളെ, വ്യക്തികളെയൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു വിഷയം നമ്മുടെ സമകാലിക ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ നിർണ്ണയിക്കുകയോ അല്ലെങ്കിൽ അതിനെ മാറ്റി തീർക്കുകയോ ചെയ്യാൻ സാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ മാറ്റി തീർത്തുകൊണ്ടിരിക്കുന്ന ഭൂതകാല അനുഭവങ്ങളെ നമ്മൾ കണ്ടെത്തുന്നതാണ് ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു വൈജ്ഞാനികം അല്ലെങ്കിൽ അതൊരു വിജ്ഞാനമായി മാറുന്നത് ആ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യത്തിലും അതേ രീതിക്ക് തന്നെയാണ് നമ്മൾ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ കേരളം ഇപ്പം ചരിത്രകാരന്മാരൊക്കെ ചെയ്യുന്ന ഒരു രീതി, കേരളത്തെക്കുറിച്ച് പഠിക്കാൻ വരുന്നു, വിദേശത്തു നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് ആളുകൾ പഠനം നടത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് കേരളം ആകർഷിക്കുന്നതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇന്ത്യയുടെ ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്ന് പരിപൂർണമായി വ്യത്യാസപ്പെട്ട ഒരു ജീവിതക്രമമൊക്കെ, നമ്മൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്നൊക്കെയാണ് നമ്മളതിനെ വിളിക്കാറുള്ളത്. നമ്മൾ നോക്കുമ്പോൾ പല രീതിയിൽ നമ്മുടെ ബർത്ത് റേറ്റ് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പരിപൂർണമായ വ്യത്യാസമാണ്. നമ്മുടെ ഡെത്ത് റേറ്റ് പരിശോധിക്കുമ്പോൾ, സ്ത്രീകളുടെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ, അപ്പോൾ വികസനത്തിൻ്റെ കുറേ ഇൻഡെക്സ് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത് നോക്കിക്കഴിയുമ്പം ഇന്ത്യയുടെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് പരിപൂർണമായി വ്യത്യാസപ്പെടുന്നു. നമ്മൾ ലൈബ്രറികളുടെ എണ്ണം പരിശോധിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് മഹാരാഷ്ട്രയിലാണ്. 10,000-ന് മുകളിൽ ലൈബ്രറികളുണ്ട്. നമുക്കാണെങ്കിൽ 8,500-ഓളം ലൈബ്രറികൾ കേരളത്തിലുണ്ട്. ഹോസ്പിറ്റലുകളുടെ എണ്ണം പരിശോധിക്കുന്നു. ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ 5-സ്റ്റാർ ഹോട്ടലുകളുടെ എണ്ണം നോക്കിയാൽ നമ്മുടെ ഈ ചെറിയ സംസ്ഥാനത്താണ് നമ്മളാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5-സ്റ്റാർ ഹോട്ടലുകളുള്ളതും കേരളത്തിലാണ്. അപ്പം ഗർഭിണികളുടെ മരണനിരക്ക് അതൊരു വളരെ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗർഭിണികൾ മരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ നോക്കിയാലും അവിടെയും നമ്മൾ ഏറ്റവും പുറകിലാണ്. അതായത് ഗർഭിണികളുടെ മരണനിരക്ക്, വിദ്യാഭ്യാസം, സാക്ഷരതാ നിരക്ക് പരിശോധിക്കുന്നു, സ്ത്രീകളുടെ വിദ്യാഭ്യാസം പരിശോധിക്കുന്നു. അതുപോലെ ഈ കൊറോണയ്ക്ക് ശേഷം വന്ന ഒരു പ്രധാന പഠന അല്ലെങ്കിൽ അന്വേഷണമാണ് ഈ സ്ത്രീകൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് പരിശോധിക്കുക. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോഴും ഏതാണ്ട് 3-ാം സ്ഥാനത്തേണ്ടാണ് കേരളം, അതായത് മലയാളികളായിട്ടുള്ള സ്ത്രീകളുടെ മൊബൈൽ ഫോൺ ഉപയോഗത്തിൻ്റെ കാര്യം കാണുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ പരിപൂർണമായി വ്യത്യാസപ്പെട്ടൊരു ജീവിതക്രമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്നൊക്കെ ഒരു 90-കൾക്ക് ശേഷം വളരെ കാര്യമായ രീതിയിലേക്കാണ് പറയുന്നത്. അപ്പോൾ ഈ ചരിത്രകാരന്മാരുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കാരണക്കാരാര് എന്നുള്ളതായിരുന്നു പ്രധാന ചോദ്യം. അതായത് മലയാളികൾക്ക് ഇന്ത്യയുടെ ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുടെ സാമൂഹിക ജീവിത ശൈലിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിതക്രമവും ശൈലിയും സംസ്കാരവും ഉയർന്നു വന്നതിന് കാരണം എന്ത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. അപ്പോൾ ഇത് പല രീതിയിലാണ് ആളുകൾ ഉത്തരം പറയാനൊക്കെ ശ്രമിക്കുന്നത്. അതിലൊരു കൂട്ടം ആളുകളൊക്കെ പറഞ്ഞൊരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞു, ഇവിടെ വന്ന ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അവരാണ് കേരളത്തിലെയും ആളുകളെ മാറ്റി നിർത്തലിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. പിന്നീട് നമ്മുടെ നാട്ടിൽ ആണെങ്കിലും ഇന്ത്യയുടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഈ ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങളായിരുന്നു നമുക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നു. ബാക്കി ഇന്ത്യയുടെ എല്ലായിടങ്ങളിലും ബ്രിട്ടീഷുകാർക്കെതിരായിട്ടൊക്കെ നമ്മളൊരു ഇൻഡയറക്റ്റ് ഭരണമായിരുന്നെങ്കിലും കോൺഗ്രസിൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററി പരിശോധിക്കും നമ്മുടെ ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. നമ്മൾ ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങളുമൊക്കെ വളരെ സജീവമായി നിലനിന്നിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ പല രീതിയിലാണ് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളം വേറൊരു രീതിയിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുന്ന ആളുകൾ പലതരം സങ്കല്പങ്ങളെ മുൻപോട്ട് വെച്ചിട്ടാണ് ഹിസ്റ്ററിയിൽ ആലോചിക്കുന്നത്. നമ്മൾ എന്തിനെയാണ് കാണേണ്ടത്? നമ്മൾ പണ്ടത്തെ കാര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ചാൽ നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ മനുഷ്യൻ താമസിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് എന്ത് കാഴ്ചയാണ് നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ലെൻസാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴാണെങ്കിൽ പോലും ഇപ്പം പ്രത്യേകിച്ച് പുതിയ ജനറേഷനിലെ ആളുകൾക്ക് ഫിൽട്ടർ പോലുള്ളൊരു കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ പല രീതിയിൽ എടുത്തിട്ടാണ് നമ്മുടെ തന്നെ നമ്മുടെ മുഖമാണ് നമുക്കറിയാവുന്നതാണ്. പക്ഷെ ആ ഒരു മുഖത്തിനെ നമ്മൾ ക്യാമറയിൽ പതിപ്പിക്കുമ്പോൾ വേറൊരു രീതിയിൽ കാണാൻ നമ്മൾ ആഗ്രഹിക്കും, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന രീതിയിലുമാണ് നമ്മളത് എടുക്കുക. എന്നിട്ട് മാത്രമാണ് നമ്മളത് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യും.
അപ്പൊ അതേ രീതിക്ക് തന്നെയാണ് ഭൂതകാലത്തെ സംബന്ധിച്ച് പല കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മൾ അതിൽ ഏത് ലെൻസാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ പണ്ടത്തെ കാര്യത്തെ കാണാൻ വേണ്ടി എന്ത് ലെൻസ് വെച്ചിട്ടാണ് നമ്മൾ ഭൂതകാലത്തെ നോക്കി കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ആ ലെൻസിനാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു സോഷ്യൽ തിയറി എന്നുള്ള രീതിയിലൊക്കെ ഒരു സിദ്ധാന്തത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഭൂതകാലങ്ങളെ അല്ലെങ്കിൽ പഴമയെ നമ്മൾ നോക്കിക്കാണേണ്ടത്. എന്തെങ്കിലും ഒരു സിദ്ധാന്തം വേണം എന്ന ഒരു നിരീക്ഷണമൊക്കെയാണ് ആളുകൾ വെക്കാറുള്ളത്. അപ്പൊ അങ്ങനെ പലതരം സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആരെയാണ് നോക്കുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട. അപ്പൊ ഉദാഹരണം പറഞ്ഞ ഒരു മാർക്സിസ്റ്റ് സിദ്ധാന്തം എന്ന് പറയുന്നത്, അപ്പൊ അവര് പ്രധാനമായിട്ടും തൊഴിലാളികളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഘടനയെ സംബന്ധിച്ചും ആരാണ് അവിടെ പണിയെടുക്കുന്നത്, അധ്വാനിക്കുന്ന വിഭാഗങ്ങൾ ആര് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും അവർ ചോദിക്കും. എന്നാൽ ഈ സമീപ സമയത്ത് ഈ സാമൂഹ്യ ശാസ്ത്ര രംഗത്ത് വന്ന ഒരു പ്രധാനപ്പെട്ട ചിന്താ പദ്ധതിയായിരുന്നു ദളിത് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ചിന്താ പദ്ധതി. അപ്പൊ അത് നമുക്കറിയാം, ദളിത് എന്നുള്ളൊരു പദം സ്വാഭാവികമായിട്ട് നമ്മളൊരു മുൻകാല അയിത്ത ജാതികളെയാണ് അത് സൂചിപ്പിക്കുന്നത്. എങ്കിൽ തന്നെയും ഇത് അക്കാദമിക സർക്കിളിനുള്ളിൽ ഇത് അയിത്ത ജാതികളുടെ അപ്പുറമായി വേറെ ഒരു കാര്യം കൂടെ അതിൻ്റെ അകത്ത് നമ്മൾ അന്വേഷണ വിധേയമാക്കുന്നു ഈ ഒരു ദളിത് സ്റ്റഡീസ് എന്നുള്ളൊരു സാഹചര്യം. അപ്പൊ അതിങ്ങനെ ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഈ നമ്മൾ പഴയ കാലത്തെക്കുറിച്ച് പറയാൻ പല രീതിയിൽ നമ്മൾ ശ്രമിക്കാറുണ്ട്. ചില ആളുകൾ അധ്വാന വർഗം എന്നുള്ള രീതിയിലുള്ള ആളുകളായിരിക്കും, ചിലർ സ്ത്രീകളെ ആയിരിക്കും നോക്കുന്നത്, ചിലർ മാർജിനലൈസ്ഡ് സെക്ഷനെ ആയിരിക്കും നോക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ലെൻസാണ് അല്ലെങ്കിൽ ഒരു കാഴ്ച ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ദളിത് സ്റ്റഡീസ് എന്നുള്ള രീതിയിൽ അവർ നോക്കുന്നത്. അപ്പൊ അവർ പ്രധാനമായും മുൻപോട്ട് വെച്ചൊരു കാര്യം, അവരുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഹ്യൂമൻ ഡിഗ്നിറ്റി, മനുഷ്യന്റെ അന്തസ്സ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ മനുഷ്യന്റെ അന്തസ്സ്, അതുപോലെ മാനം, അഭിമാനം, അംഗീകാരം, ഇത്തരം കാര്യങ്ങളാണ് മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത് എന്നൊരു കാര്യം. അതുകൊണ്ട് നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഭൂതകാലത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മനുഷ്യന്റെ അന്തസ്സിനെ മുൻനിർത്തിയിട്ട് വേണം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ. മനുഷ്യാന്തസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ അതിന്റെ ഭാഗം എന്ന നിലയിൽ അതിന്റെ തുടക്കത്തിൽ ഈ ദളിത് സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു പുസ്തകങ്ങളെ 2 ലക്കങ്ങളാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം അതിന്റെ തുടക്കത്തിൽ തന്നെ അവരൊരു ചെറിയൊരു നിരീക്ഷണം വേറൊരാളുടെ ആത്മകഥയിൽ നിന്ന് വരുന്നൊരു കാര്യമാണ്. അപ്പൊ അതിൽ ഗാന്ധിയുടെ കാര്യമാണ് അതിൽ സൂചിപ്പിക്കുന്നത്. ഈ അന്തസ് എന്താണെന്നുള്ളത് നമുക്ക് ഏതാണ്ട് കുറെ മനസ്സിലാക്കാൻ പറ്റും അതിൽ നിന്ന്, എന്തുകൊണ്ടാണ് അന്തസ് എന്നുള്ളത്. അപ്പൊ ഗാന്ധിയെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഗാന്ധിയെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ആരോട് ചോദിച്ചാലും അതിൽ ആദ്യം തന്നെ പറയുന്ന പേര്, നമ്മളെല്ലാവരും തന്നെ പറയുന്ന ഒരു മഹാത്മാഗാന്ധി എന്നുള്ളൊരു കാര്യമാണ്. ഇന്ത്യക്കാരനാണെങ്കിലും ഒരു വിദേശിയാണെങ്കിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ പേരായിരിക്കും പറയാൻ, യാതൊരു തർക്കവുമില്ല. എന്നാൽ ഗാന്ധിയെ നമ്മൾ നോക്കിയാൽ ഗാന്ധി ഒരു 40 വയസ്സ് വരെ ഗാന്ധിനെ നമ്മൾ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിലും നമ്മൾ കാണുന്നില്ല. അതേസമയം നമ്മൾ ബാക്കിയുള്ള ലീഡേഴ്സിനെയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അവരവരുടെ ചെറുപ്പകാലത്തും യൗവനകാലത്തും വിദ്യാഭ്യാസ കാലത്തും ഒക്കെ ഈ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടൊക്കെ എന്തെങ്കിലും പ്രവർത്തനങ്ങളിലോ സമരങ്ങളിലോ ഒക്കെ ഏർപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പോലീസ് കേസും ഒക്കെ ഉണ്ടാകുന്നതായിട്ടൊക്കെ നമ്മളൊക്കെ കാണുന്നു. ഇപ്പൊ ഇന്ദിരാഗാന്ധിയൊക്കെ പോലും ചില വാനരസേന എന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ ചില ഇതൊക്കെ കാണുന്നുണ്ട് നമ്മൾ. അപ്പൊ ഗാന്ധിയെ നമ്മൾ ആ ഇടങ്ങളിലൊന്നും തന്നെ കാണുന്നില്ല. ഗാന്ധി ആണെങ്കിൽ വലിയ സമ്പന്ന കുടുംബത്തിലാണ്. ഗാന്ധിയുടെ ഗ്രാൻഡ് ഫാദർ ഒരു പ്രൈം മിനിസ്റ്റർ പൊസിഷനിലുള്ള ഒരു വ്യക്തിയായിരുന്നു. വൈശ്യ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാളാണ്. വലിയ സമ്പന്നനാണ്. വിദേശ വിദ്യാഭ്യാസവും നേടിയ ആളാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ട്. ഇംഗ്ലീഷ് പരിജ്ഞാനം ഭയങ്കര ഗംഭീരമായ രീതിയിലുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഗാന്ധി സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും സമ്പന്നനായിരിക്കുന്ന ഒരാളുടെ വക്കീലായി അദ്ദേഹം അവിടെ ജോലിക്ക് ചെല്ലുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ഏറ്റവും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്കൊക്കെയാണ് ഗാന്ധിയെക്കുറിച്ചൊക്കെ ആളുകളൊക്കെ പറയുന്നത്. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഗാന്ധി തിരിച്ച് ഈ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന വഴിക്കാണ് ഈ ഹിന്ദു സ്വരാജ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം എഴുതുന്നത്. അപ്പൊ അതിൽ ആളുകൾ പറഞ്ഞത് കപ്പലേരുന്നൊക്കെയാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പൊ ഗാന്ധി വലത്തേക്കൈക്കാണ് എഴുതുന്നത്. വലത്തേക്കൈ മടുത്ത് കഴിയുമ്പോൾ ഇടത്തേക്കൈക്ക് ബാക്കി എഴുതും എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള. ഇപ്പൊ രാമചന്ദ്ര ഗുഹയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഗാന്ധിയൊക്കെ ഉണ്ട് 1,00,000 പേജുകൾ എഴുതിയിട്ടുണ്ട്. 1,00,000 പേജ്. അപ്പൊ അതൊക്കെ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധി, നെഹ്റു, അംബേദ്കർ പോലുള്ളവരുടെയൊക്കെ എഴുത്തുകൾ ഇന്നും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പല ഗവേഷണ വിങ്ങുകളും അവരുടെ പുസ്തകങ്ങൾ എന്നുള്ള രീതിയിൽ അത് ഇന്നും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത്രത്തോളം എഴുതിയിരിക്കുന്നത് നമ്മൾ, അതായത് ഇത്രയും തിരക്കുള്ള മനുഷ്യന്മാരൊക്കെയാണ് 1,00,000 പേജുകളൊക്കെ നാളിതുവരെയായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും ഗാന്ധി അവിടെ ചെല്ലുന്നു. അവിടുത്തെ അദ്ദേഹം നമുക്കറിയാവുന്ന കഥയാണ്. സൗത്ത് ആഫ്രിക്കയിലെ ആദ്യത്തെ അദ്ദേഹത്തിന്റെ ട്രെയിൻ യാത്ര നടത്തുന്നു. ട്രെയിൻ യാത്രയിൽ അദ്ദേഹം വെള്ളക്കാർക്ക് ഇരിക്കാവുന്ന കമ്പാർട്ട്മെന്റിലാണ് അദ്ദേഹം കയറുന്നത്. അങ്ങനെ കയറിയ ഗാന്ധിയെ ഒരു ഇംഗ്ലീഷുകാരനായിട്ടുള്ള ഒരാൾ വരികയും ഉപദ്രവിക്കുകയും ഗാന്ധിയെ കഴുത്തിന് പിടിച്ച് വെളിയിലേക്ക് ഇറക്കുകയും ചെയ്യും.
അപ്പൊ ഗാന്ധി വെള്ളക്കാരനാൽ അപമാനിതനായ ആ ഒരു നിമിഷത്തിലാണ് ഗാന്ധി തിരിച്ചറിഞ്ഞത്. അതായത് അദ്ദേഹത്തിന്റെ 40-ാമത്തെ വയസ്സ് വരെ വലിയ സൗഭാഗ്യങ്ങളിലും വിദേശത്തുമൊക്കെ ജീവിച്ചു വന്ന അദ്ദേഹം 40-ാമത്തെ വയസ്സിലാണ് ഒരു ഇംഗ്ലീഷുകാരനാൽ അപമാനിതനാകുന്നത്. അപ്പൊ ആ നിമിഷത്തിലാണ് ഗാന്ധിക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത്. വെള്ളക്കാരും ഇന്ത്യക്കാരും തുല്യരല്ല എന്നൊരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് അദ്ദേഹം ആ ട്രെയിനുള്ളിൽ വെച്ച് ഏറ്റ അപമാനത്തിനാണ് പ്രശ്നമായത്. ആ അപമാനത്തിലാണ് ഗാന്ധി നമ്മൾ പിന്നീട് കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഫിഗറായി മാറുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ അപമാനത്തിൽ നിന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നിമിഷം സംജാതമാകുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പൊ ഇവരോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം വന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു 150-200 വർഷം മാത്രമാണ് ഇന്ത്യയിലെ വലിയ സമ്പന്നതയിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഉയർന്ന ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അപമാനിതരും മോശക്കാരുമായി ജീവിച്ചതെങ്കിൽ കഴിഞ്ഞ 2-3 നൂറ്റാണ്ടുകളായി അടിമത്തത്തിലും ഐത്തത്തിലും ജീവിച്ച ഐത്ത ജാതിക്കാർ എന്ത് ചോദ്യമാണ് ഇന്ത്യ ചരിത്രത്തോട് ചോദിക്കേണ്ടത് എന്നൊരു കാര്യമാണ് അവർ മുൻപോട്ട് വരും. അപ്പൊ ഇത് ആണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട സങ്കല്പം. അതായത് മനുഷ്യന്റെ അന്തസ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന്, ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞ സങ്കല്പം. അപ്പൊ നമ്മൾ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യ അന്തസ്സിനെ സംബന്ധിച്ചാണ് വേറൊരു രീതിയിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഓരോ സൊസൈറ്റിക്ക് അനുസരിച്ചൊക്കെയാണ് നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എങ്കിൽ തന്നെയും ഇന്ത്യൻ സാഹചര്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടാണ് മനുഷ്യന്റെ അന്തസ് എന്ന് പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു പുതുമയുള്ള വാക്കാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ച്. ഇന്ത്യൻ സാഹചര്യത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന നിലയിൽ നമ്മൾ കാണുന്നത് ഇന്ത്യയിൽ ഇല്ലാതിരുന്ന ഒരു കാര്യം മനുഷ്യന്മാരില്ലായിരുന്നു എന്നുള്ളതായിരുന്നു. മനുഷ്യത്വം എന്ന് പറഞ്ഞ വാക്കുകൾ പരിചിതമേ അല്ലാതിരുന്ന ഒരു സൊസൈറ്റിയായിരുന്നു ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പം 2-3 കാര്യങ്ങളുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ നമ്മളെ മുൻജന്മ പാപം അല്ലെങ്കിൽ നമ്മുടെ മുൻജന്മ പുണ്യമാണ് നമ്മൾ ഇന്നത്തെ എന്ത് സാഹചര്യത്തിലാണോ നമ്മൾ ജീവിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു കാരണം നമ്മൾ മുൻജന്മത്തിൽ ചെയ്ത പാപമായിരിക്കാം അല്ലെങ്കിൽ മുൻജന്മത്തിൽ ചെയ്ത പുണ്യമായിരിക്കും. ഇപ്പൊ ഈ സമീപ സമയത്ത് വേറെ ചില കാര്യങ്ങൾ വളരെ സജീവമായി, ഇപ്പൊ സനാതന ധർമ്മം പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായ രീതിയിൽ ചർച്ചയൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ചില ആളുകളൊക്കെ നിരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്. അല്ലെങ്കിൽ ചില തീവ്ര ഹിന്ദുത്വവാദികളൊക്കെ പറയും അതൊരു ഓണ്ടോളജിക്കൽ ക്വസ്റ്റ്യൻ ആണെന്ന് ഉള്ള രീതിയിലൊക്കെ പറയാം. അതായത് ഒരു എക്സിസ്റ്റൻസിനെ കുറിച്ചുള്ള ഒരു ഹൈലി ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു സങ്കല്പമാണ്, ഒരു ജീവിതക്രമമാണ്, ലോകത്തിലെങ്ങും ഇല്ലാത്ത ഒരു കാര്യമൊക്കെയാണ് എന്നൊക്കെ പറയുന്ന വാദങ്ങളൊക്കെ ഉണ്ട് ഈ സനാതന ധർമ്മത്തെക്കുറിച്ച്. അപ്പൊ ഈ സനാതന ധർമ്മം എന്താണ് എന്നുള്ളത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചുമ്മാ ഗൂഗിളിലൊക്കെ നോക്കിയാലും മതി, ചില ആളുകളൊക്കെ ഒന്ന് പ്രസംഗിക്കുന്നതൊക്കെ കേൾക്കാം. അപ്പൊ സനാതനധർമ്മം നമ്മൾ ആരാണ് എന്താണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള ചോദ്യം ഞാൻ എങ്ങനെ വന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നു, അതിന്റെ ഉത്തരം വരുന്നു. അപ്പൊ ഞാൻ അടുത്ത ചോദ്യം വരുവാണ്, ഞാൻ അമ്മയുടെ വയറ്റിലപ്പം എങ്ങനെയാണ് ചെന്നത്? അപ്പൊ ഞാൻ അമ്മയുടെ വയറ്റിൽ വന്ന അച്ഛൻ വഴിയാണ് ഞാൻ വന്നത്. അപ്പൊ ഞാൻ അച്ഛനിലേക്ക് എങ്ങനെയാണ് വന്നത്? അച്ഛനിലേക്ക് ഞാൻ വന്നത് രക്തത്തിലും അങ്ങനെ അച്ഛൻ്റെ മറ്റു പല ഇതിലൂടെയാണ് ഞാൻ അച്ഛനിലേക്ക് വന്നത്. അപ്പൊ ഞാൻ അവിടേക്ക് ഞാൻ എങ്ങനെയാണ് എത്തിയത്? അപ്പൊ ഞാൻ അച്ഛനിലേക്ക് ഞാൻ വന്നത് ഞാൻ ഭക്ഷണം വഴിയാണ് ഞാൻ വന്നത്. അപ്പൊ ഭക്ഷണത്തിലേക്ക് ഞാനൊരു പഴം ആയിട്ടാണ് ഞാൻ എത്തിയത്. അപ്പൊ ഞാൻ പഴത്തിലേക്ക് എങ്ങനെയാണ് വന്നത്? അപ്പൊ ഞാൻ പഴത്തിലേക്ക് വന്നത് ഞാനൊരു മരത്തിലായിരുന്നു പഴം ആയിട്ട് നിന്നിരുന്നത്. അപ്പൊ ഞാൻ ആ മരത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് വന്നത്? അടുത്ത ചോദ്യം വരും. അപ്പൊ ഞാൻ ആ മരത്തിലേക്ക് വന്നത് വേര് വഴിയാണ് ഞാൻ വന്നത്. അപ്പൊ ഞാൻ ആ വേരിലേക്ക് എങ്ങനെയാണ് വന്നത്? ആ വേരിലേക്ക് ഞാൻ വന്നത് മണ്ണിൽ ഭൂമിയിൽ നിൽക്കുകയാണ്, മണ്ണുണ്ട്, വെള്ളമുണ്ട്, ഈ വെള്ളത്തിലൂടെയാണ് ഞാൻ വന്നത്. അപ്പൊ വെള്ളവും മണ്ണും എന്നും പറഞ്ഞാൽ അല്ലെങ്കിൽ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചഭൂതങ്ങളിൽ പെടുന്നതാണ്. അപ്പൊ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവമാണ്. അതായത് ഞാനൊരു ദൈവത്തിന്റെ കണികയാണ്. അപ്പൊ ഞാനിങ്ങനെ പല രൂപഭാവങ്ങളുമാണ്, മണ്ണായും മനുഷ്യനായും കായായും പൂവായും പല രൂപഭാവങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. ഞാൻ ആത്യന്തികമായിട്ട് ഞാനൊരു ദൈവം തന്നെയാണ്, ദൈവ കണിയാണ് എന്ന ഒരു കാര്യം. അതുകൊണ്ട് ഞാൻ എന്ത് അവസ്ഥയിലാണോ ഞാൻ അതിനെ പേടിക്കേണ്ടതും മറികടക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യവുമില്ല. എൻ്റെ ഉള്ളിലുള്ളത് ദൈവത്തിന്റെ ഒരു കണികയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് കേട്ടാൽ നമുക്ക് വളരെ രസമൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു 100 വർഷം മുമ്പ് വെച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യത്തെ ആലോചിക്കണം. അതായത് നിങ്ങളൊരു മത്സ്യത്തൊഴിലാളിയായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, നിങ്ങൾ മീൻ പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, നിങ്ങൾ മാറാൻ പാടില്ല. നിങ്ങളൊരു തോട്ടിപ്പണിക്കാരൻ്റെ വീട്ടിലാണ് ജനിക്കുന്നതെങ്കിൽ നിങ്ങൾ നന്നായി മലം തന്നെ വാരിക്കൊണ്ടിരിക്കുക, വേറെ ഒരു ജോലിയെക്കുറിച്ചോ ചിന്തിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളിൽ ദൈവഗണമുണ്ട്. നിങ്ങളൊരു കർഷക തൊഴിലാളിയുടെ കുടുംബത്തിൽ കർഷകനായിട്ടാണ് ജനിച്ചെങ്കിൽ അത് മാത്രം ചെയ്യുക. നിങ്ങളൊരു ആശാരിയായിട്ടാണെങ്കിൽ നിങ്ങൾ ആശാരിപ്പണി മാത്രം ചെയ്യുക. നിങ്ങളൊരു കൊല്ലനായിട്ടാണെങ്കിൽ കൊല്ലപ്പണി മാത്രം ചെയ്യുക. അതായത് നമ്മുടെ ജാതിയുമായി ബന്ധപ്പെട്ട തൊഴിൽ എന്താണോ എടുക്കുന്നത് അതിൽ മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അടുത്ത ജന്മത്തിൽ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ഒരു കണികയാണ് എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ഈ ഒരു ജാതീയ സമ്പ്രദായത്തെ വളരെ ശക്തമായ രീതിയിൽ അടിച്ചുറപ്പിക്കുന്ന ഒരു സിദ്ധാന്തമാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നിരവധി
കാര്യങ്ങൾ നമുക്കിപ്പോൾ തന്നെ പല രീതിയിൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് അത്ഭുതം തോന്നുന്ന കാര്യങ്ങളൊക്കെയുണ്ട്. ഇപ്പം വേറെ ഉദാഹരണമായി ഇപ്പം അരുന്ധതി റോയിയൊക്കെ വളരെ വ്യക്തമായി അതിനെക്കുറിച്ചൊക്കെ എഴുതുന്നു. ഇപ്പം ഈ ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ വേദം കേട്ട് കഴിഞ്ഞാൽ അവരുടെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്ന് പറയുന്നത് ഗൗതമ ധർമ്മ സൂത്രത്തിൽ പറയുന്നു. അല്ലെങ്കിൽ മനുസ്മൃതി പോലുള്ള ടെക്സ്റ്റുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയെല്ലാം നമുക്ക് വേറൊരു ഇന്റർപ്രിട്ടേഷൻ ഒന്നും ആവശ്യമില്ല. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ജീവിതക്രമവും ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിനെ ആരും തന്നെ ചോദ്യം ചെയ്തിട്ടില്ല. ഇന്ത്യൻ സാഹചര്യത്തിൽ എഴുതപ്പെട്ട നിരവധി ടെക്സ്റ്റുകളുണ്ട്. ഈ ടെക്സ്റ്റുകളൊന്നും തന്നെ ആരും തന്നെ ചോദ്യം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതേസമയം ഇതിനെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ ബ്രിട്ടീഷുകാരുടെയൊക്കെ സമയത്ത് വരുന്ന ഈ ക്രിസ്ത്യൻ മിഷണറിമാരെ, അതിനുശേഷം വരുന്ന അതിനെ ചലഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്ന പ്രത്യേകിച്ച് പുരുഷ സൂക്തം എന്ന് പറയുന്ന ടെക്സ്റ്റിന് ആദ്യമായി അതിനൊരു കൗണ്ടർ എഴുതാൻ ശ്രമിച്ച ആദ്യ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മൾ കാണുന്ന ഡോക്ടർ BR അംബേദ്കറിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെ എല്ലാം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യയിലെ എഴുതപ്പെട്ട ടെക്സ്റ്റുകൾ. ഇപ്പം സമീപ സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഡിസ്കഷനാണ് ഈ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വരുന്നൊരു കാര്യം. അപ്പൊ ഇന്ത്യൻ ഭരണഘടന ചില ആളുകൾ പറയും ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞത് വലിയ ഒരു ഭരണഘടനയാണ്, അതിൽ അവിടുന്ന് ഇവിടുന്നും ഒക്കെ നടന്ന സംഭവങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ പല രാജ്യത്തെയും പല പല സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും പല സമരങ്ങളും അതും ഇതും എല്ലാം കൂടി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ഇന്ത്യൻ ഭരണഘടന എന്നൊക്കെ ഒരു വിമർശനം തീവ്ര ഹിന്ദുത്വവും ചില ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ആളുകളും ഒക്കെ പറയുന്നതൊക്കെയാണ് നമ്മൾ കേൾക്കാം. അപ്പം ഇതിനെ സംബന്ധിച്ച് ചില രാഷ്ട്രീയ സയന്റിസ്റ്റുകളിലേക്ക് നിരീക്ഷണം എന്ന് പറഞ്ഞില്ല. അത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടന നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇന്ത്യയുടെ പല നിയമങ്ങളും ഇപ്പം ജുഡീഷ്യൽ റിവ്യൂ മറ്റൊരു രാജ്യം അമേരിക്കയിൽ നിന്ന് എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്ന്, അല്ലെങ്കിൽ എമർജൻസി എടുത്തിരിക്കുന്നു, അടിയന്തരാവസ്ഥ ജർമ്മനിയിൽ നിന്ന് കടമെടുത്തു, റൂൾ ഓഫ് ലോ ഇംഗ്ലണ്ടിൽ നിന്ന് എടുത്തു. ഇങ്ങനെയൊക്കെ പല പല രാജ്യങ്ങളിലെ സമരങ്ങളിൽ നിന്നും ഭരണഘടനയിൽ നിന്നൊക്കെ കടമെടുത്തിട്ടൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടന എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇവർ പറയുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു വരി പോലും കടമെടുത്തിട്ടില്ലാത്തത് ഇന്ത്യയിൽ എഴുതപ്പെട്ട ടെക്സ്റ്റുകളിലായിരുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാന നിരീക്ഷണം. കാര്യം അതായത് മനുഷ്യൻ, തുല്യത എന്നീ പദങ്ങളെ ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യയിൽ എഴുതപ്പെട്ട ഒരു പുസ്തകത്തിൽ നിന്നും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ഒരു വരി പോലും കടമെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം. അപ്പം മനുഷ്യൻ്റെ ഇവിടെ ഇല്ലാതായി തീരുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യന്റെ അന്തസ്സിനെ ഇല്ലാതാക്കുന്ന ഒരു പ്രധാന ടെക്സ്റ്റുകൾ മാത്രമാണ് നമ്മുടെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ അത് അതിൻ്റെ ഒരു ഭീകരമായ മുഖമാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സോഷ്യോളജിസ്റ്റുകളും ആന്ത്രോപോളജിസ്റ്റുകളും ഒക്കെ ഈ ജാതിയെക്കുറിച്ചൊക്കെ പഠനം നോക്കുക, എങ്ങനെയാണ് ജാതി വരുന്നത്, അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ മെക്കാനിസം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ അന്വേഷിക്കുന്ന ആളുകൾ തുടങ്ങുന്ന ഒരു കാര്യം ഇങ്ങനെ തന്നെയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സൊസൈറ്റിയാണ്. ആ ക്ലോസ്ഡ് സൊസൈറ്റിക്കുള്ളിൽ ക്ലോസ്ഡ് ആയിട്ട് ജീവിക്കുന്ന മലയാളികളായിരുന്നു എന്ന ഒരു നിരീക്ഷണമാണ് ഇവരെല്ലാം ഒന്നടങ്കം മുൻപോട്ട് വരും. അതായത് ജാതി വ്യവസ്ഥ എല്ലായിടത്തും ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിൽ ജാതിയെ പാലിച്ചിരുന്നത് ഇന്ത്യയിലെ മലയാളികളായിരുന്നു എന്നൊരു കാര്യമാണ് എല്ലാവരും ഒരേപോലെ സൂചിപ്പിക്കും. അപ്പൊ അത് നമുക്ക് തന്നെ അറിയാം, നമ്മൾ വ്യത്യാസമായിട്ടുള്ള ഒരു രീതിയായിരുന്നു. ഇന്ത്യയുടെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഈ ജാതിയുടെ ഒരു ഹൈറാർക്കി വരുന്നു, ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, പിന്നെ അൺടച്ചബിൾ ജാതികൾ എന്നുള്ള രീതിക്ക് വരികയാണെങ്കിൽ കേരളത്തിലേക്ക് വരുമ്പോൾ ബ്രാഹ്മണർ കഴിഞ്ഞാൽ പിന്നെ ക്ഷത്രിയരുമില്ല, വൈശ്യരുമില്ല, പിന്നെ വരുന്നത് ശൂദ്രരായിട്ടുള്ള നായർ വിഭാഗത്തിൽപ്പെട്ടവരാണ് പിന്നെ വരുന്നത്. അതുപോലെ ഓരോ ജാതിയും 100,000 ഉപജാതികളായി പിരിഞ്ഞിരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നു. ഇപ്പം നമ്പൂതിരിമാരെ തന്നെ പരിശോധിച്ചാൽ വേദങ്ങൾ പഠിക്കാൻ അവകാശമുള്ള നമ്പൂതിരിമാരുമുണ്ട്, വേദങ്ങൾ വായിക്കാൻ അവകാശമില്ലാത്ത നമ്പൂതിരിമാരും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ തീണ്ടലുള്ള നായന്മാരുമുണ്ട്, തീണ്ടലില്ലാത്ത നായന്മാരുമുണ്ട്. ഓരോ ജാതി, ഇപ്പോൾ ഈഴവരാണെങ്കിലും 10-14 തരം ഈഴവരായിട്ട് പിരിഞ്ഞിരിക്കുന്നു. പുലയരും അതുപോലെ തന്നെ പലതരം പുലയരായിട്ടിരിക്കുന്നു. ഓരോ ജാതിയും അങ്ങനെ പരസ്പരം ഐത്തം പാലിക്കുകയും പരസ്പരം വിവാഹം കഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇന്ത്യയിൽ വേറൊരു സ്ഥലത്തുമില്ലായിരുന്നു. അതുപോലെ ഇന്ത്യയുടെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഒരു ഉയർന്ന ജാതിക്കാരൻ ഒരു താഴ്ന്ന ജാതിക്കാരനെ തൊട്ടാൽ സ്പർശനത്തിലൂടെയായിരുന്നു ഈ ജാതിയുടെ പ്രശ്നം അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആകുന്നത് എങ്കിൽ മലയാളികൾക്കിടയിൽ ഉണ്ടായ ഒരു പ്രധാന പ്രശ്നം കണ്ടാൽ പ്രശ്നം. അതുകൊണ്ടാണ് ഇത്ര അടി അകലെ നിൽക്കണം എന്ന് പറഞ്ഞ ഒരു രീതിയൊക്കെ നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നു. അപ്പം ഈ നിരവധിയായിട്ടുള്ള രീതി, അതായത് മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ ഈ വലിയ ഗവേഷണമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് എത്ര ഭീകരമായിരുന്നു നമ്മുടെ ഒരു സാഹചര്യം എന്നറിയാം. നമ്മുടെ സർക്കാരുകളൊക്കെ പുറപ്പെടുവിച്ച ബ്രിട്ടീഷുകാരുടെയൊക്കെ ഭരണ സമയത്ത് ഈ തിരുവിതാംകൂറും കൊച്ചിയും ഒക്കെ പുറപ്പെടുവിച്ച ഈ നിയമങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി നമുക്ക് ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാക്കാം. അതായത് നിങ്ങൾക്ക് ഇന്ന് മുതൽ ചെരുപ്പ് ധരിക്കാം, നിങ്ങൾക്ക് ഇന്ന് മുതൽ കാത് കുത്താം, നിങ്ങൾക്ക് ഇന്ന് മുതൽ മൂക്ക് കുത്താം, നിങ്ങൾക്ക് വീടിന് ഓട് മേയാം, നിങ്ങൾക്ക് പശുവിനെ കറന്ന് പാല് കുടിക്കാം. നമുക്ക് ഇതും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ, അതായത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നിയമമായിരുന്നു നിങ്ങൾക്ക് പശുവിനെയൊക്കെ വളർത്താം,
പക്ഷേ പശുവിനെ വളർത്തി പശുവിന് കറവയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് സമീപ സ്ഥലത്തുള്ള ഒരു പ്രമാണിയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തോണം. അതിനുശേഷം പശുവിനെ കറന്ന് അഥവാ പാല് കുടിച്ചാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും. നിങ്ങൾ വലിയ തുക ഫൈൻ അടയ്ക്കേണ്ടി വരും. ഇപ്പം 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, പി ഭാസ്കറുണ്ണി എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം ഇത്തരത്തിലുള്ള കുറേ കേസുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു ഈഴവരായിട്ടുള്ള ആളുകൾ സ്വന്തം വീട്ടിലെ പശുവിനെ കറന്ന് പാല് കുടിച്ചതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്നു, വലിയ ഫൈൻ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇതേണ്ട 1960-കളിലാണ് നമ്മുടെ ഈ ചേർത്തലയ്ക്ക് അടുത്തുള്ള തണ്ണീർമുക്കം എന്ന് പറഞ്ഞ പ്രദേശമുണ്ട്. അപ്പോൾ അവിടെയാണ് ഉഴുതുമേൽ കിട്ടൻ എന്നു പേരുള്ള ഒരു ഈഴവ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ സുഹൃത്തുക്കളോട് തീരുമാനിച്ചു, ഇനി ഇത്തരത്തിലുള്ള പരിപാടി നടക്കത്തില്ല. അതായത് പണ്ടത്തെ കാലത്തെ ഒരു രീതി, ഈഴവർ മുതൽ താഴേക്ക് വരുന്ന ആളുകളുടെ വീട്ടിൽ പശുവിനെയൊക്കെ വളർത്താം. പശുവിനെ വളർത്തി പശു പ്രസവിച്ച് അതിൻ്റെ പാല് കറക്കാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ അവർ സമീപത്തുള്ള ഒരു പ്രമാണിയുടെ വീട്ടിൽ കൊണ്ട് ആ പശുവിനെ കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ ആ പ്രമാണി ഇവർക്ക് ഒരു സദ്യ, ഈ വീട്ടിലെ ആളുകൾക്ക് ഒരു ഊണ് കൊടുക്കുകയാണ്. ഈ ഈഴവനായിട്ടുള്ള ആളുകൾക്ക് ഒരു ഊണും കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അതിനുശേഷം അയാൾ തിരിച്ചു പോകുന്നു. ഈ പ്രമാണിയാണ് പശുവിനെ കറന്ന് പാല് കുടിക്കുന്നു. പശുവിൻ്റെ പാല് വറ്റി കഴിയുമ്പോൾ വീണ്ടും ഈ ഈഴവനായിട്ടുള്ള ആളെ വിളിക്കുന്നു, പശുവിനെ തിരിച്ചേൽപ്പിക്കുന്നു. അന്നേരവും ഒരു ഊണ് കൊടുത്തു വിടും. അപ്പം ഇങ്ങനത്തെ ഒരു രീതിയാണ്. അപ്പം അന്നേരമാണ് ഈ ഉഴുതുമേൽ കിട്ടനും ആളുകളോട് തീരുമാനിച്ചു, ഇനി ഈ പരിപാടി നടത്തത്തില്ല. അങ്ങനെ ഇവർ ആ പ്രദേശത്തുള്ള ചേർത്തല ഭാഗത്തുള്ള കുറേ പശുക്കളെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി ഇത് ചെയ്യത്തില്ല എന്നും പറഞ്ഞ് ഇവർ തന്നെ കാവലിൽ നിന്നു. പശുവിനെ കറന്നു പാലെടുത്തു. അപ്പോൾ സമീപ സ്ഥലത്തുള്ള ആളുകൾ ഒന്ന് വഴക്കൊക്കെ ഉണ്ടാക്കി ഇവർ തിരിച്ച് തല്ലാൻ തുടങ്ങി. അങ്ങനെ അതൊരു വലിയ അടിയും പിടുത്തമൊക്കെയായി മാറി. എന്തായാലും ഇവർ പശുവിനെ കൊടുത്തില്ല, ഇവർ തന്നെ കറന്ന് പശുവിനെ പാല് കുടിച്ചു. അങ്ങനെ 1965-ലാണ് നമുക്കൊരു നിയമം വരുന്നത്, നിങ്ങൾക്ക് ഇന്ന് മുതൽ പശുവിനെ കറന്ന് പാല് കുടിക്കാം എന്ന് പറഞ്ഞൊരു നിയമം തന്നെ നമ്മുടെ നാട്ടിൽ വരുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് മീശ വെക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കാതു കുത്തിക്കഴിഞ്ഞാൽ മൂക്ക് കുത്തുന്നവരുടെ മൂക്കുകുത്തി വരെ പറിച്ച് മൂക്കോടുകൂടി അറുത്ത് കളയുന്ന സംഭവങ്ങൾ നമ്മൾ കാണുന്നു. അല്ലെങ്കിൽ വസ്ത്രധാരണയെ സംബന്ധിച്ച്, വസ്ത്രധാരണ തന്നെ നമുക്ക് തന്നെ അറിയാം, ഇഷ്ടംപോലെ ചിത്രങ്ങൾ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കേരളത്തിൻ്റെ ഒരു പഴയ കാലത്ത് അതൊന്നും വസ്ത്രം ഇല്ലാത്തതിൻ്റെ പേരിലല്ല നമ്മുടെ ആളുകൾ വസ്ത്രം, അല്ലെങ്കിൽ നമ്മുടെ ചില ആളുകൾ പറയും ഇവിടെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു, ചൂടും തണുപ്പൊന്നുമില്ല, അതുകൊണ്ടാണ് ഇവിടെ വസ്ത്രമൊന്നും ഇല്ലാതിരുന്നത് എന്ന് പറയുന്നതും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു വില്യം ലോഗൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനാണ് ഈ മലബാർ മാനുവൽ എന്ന് പറഞ്ഞ പുസ്തകമൊക്കെ എഴുതിയിരിക്കുന്നത്. ഈ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയൊക്കെ കാര്യങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ മലബാറിൻ്റെ ഒരു വലിയ വിശാലമായ ഒരു ചരിത്രമൊക്കെ എഴുതിയിരിക്കുന്ന ഒരാളാണ് വില്യം ലോഗൻ. 1880-കളുടെ അവസാനമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം വരുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നതിൻ്റെയും പ്രത്യേകിച്ച് കേരളത്തിലേക്ക് തിരുവിതാംകൂറിലേക്ക് വരുന്നതിൻ്റെയും ഒരു പ്രധാന കാരണം ആയിട്ട് പറയുന്നത് അവിടെ ഈ കാലിക്കോ തുണികൾ കിട്ടും. അതായത് തുണി ഉണ്ടാക്കുന്ന ആദ്യ സമയങ്ങളിൽ തുണി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു മെറ്റീരിയലാണ് കാലിക്കോ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ കിട്ടുന്നതും തുണിയുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ വലിയ പരിപാടികൾ നടക്കുന്നതുമായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ നാട്. പക്ഷേ എന്തില്ല, ആളുകൾക്ക് വസ്ത്രം ധരിക്കാൻ അവകാശമില്ല. അപ്പോൾ അഥവാ ഇനി വസ്ത്രം ധരിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ആക്രമിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഉദാഹരണം, ഈ പോർച്ചുഗീസുകാരും ഡച്ചുകാരൊക്കെ വരുന്നതിന് ശേഷം 1700-കളും 800-കളൊക്കെ ആകുന്ന സമയത്ത് ഈ അവരുടെ ചില കച്ചവടക്കാരും മറ്റ് പല ആളുകളൊക്കെ ഇവിടെ താമസിക്കുന്നു പല ഭാഗങ്ങളിലായിട്ട്, ഈ ഡച്ചുകാർ. അപ്പോൾ അവരവരുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആളുകളെ, സെർവൻറ്റുമാരായിട്ടുള്ള ആളുകളെ, സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർക്ക് വസ്ത്രം ധരിക്കാൻ ബ്ലൗസ് കൊടുക്കുക പതിവുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മലബാറിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ ഡച്ചുകാരനായിട്ടുള്ള ഒരു കച്ചവടക്കാരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുമുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പല സ്ത്രീകൾക്കും അവർ ബ്ലൗസൊക്കെ കൊടുത്തു. ബ്ലൗസൊക്കെ ഇട്ടാണ് അവർ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഇരിക്കും അവർക്ക് എന്തോ ഒരു മീറ്റിംഗ് ഈ ആറ്റിങ്ങൽ റാണിയുമായി കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് വരേണ്ടി വരുന്നു. ആറ്റിങ്ങലിലേക്ക് വരുന്നു. അങ്ങനെ ഈ സെർവൻ്റായിട്ടുള്ള ഒരു ലേഡിയും, മലയാളിയായിട്ടുള്ള ഒരു ലേഡിയും ഈ ഡച്ചുകാരിയായിട്ടുള്ള ഭാര്യയും ഭർത്താവും കൂടെ ഇവർ നേരെ ആറ്റിങ്ങൽ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു. ആറ്റിങ്ങൽ റാണിയുടെ അടുത്തേക്ക്. അപ്പോൾ ആറ്റിങ്ങൽ റാണിയുടെ അടുത്തേലും ആറ്റിങ്ങൽ റാണി ഈ പറഞ്ഞ പോലെ മേൽവസ്ത്രം ഇല്ലാതെ നിൽക്കുകയാണ്. അവർ നോക്കുമ്പോൾ ഒരു മലയാളിയായിട്ടുള്ള ഒരു സ്ത്രീ ബ്ലൗസ് ധരിച്ചിരിക്കുന്നു. അവരപ്പം തന്നെ അവരുടെ പരിചാരകരോട് ഉത്തരവിറക്കുന്നു. അവർ ഈ വെള്ളക്കാരായിട്ടുള്ള ആളുകൾ നോക്കി നിൽക്കെ തന്നെ ആ മലബാറിൽ നിന്ന് വന്ന ബ്ലൗസ് ധരിച്ച സ്ത്രീയെ ആക്രമിക്കുകയും അവരുടെ ബ്ലൗസ് വലിച്ചു കീറുകയും അവരുടെ ബ്രസ്റ്റ് മുറിച്ച് കളയുകയും ചെയ്യുന്നതായിട്ട് ഇവർ എഴുതുന്നുണ്ട്. ഈ ഡച്ചുകാരുടെ വർക്കിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഭീകരമായൊരു അന്തരീക്ഷം നമ്മളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ മനുഷ്യനെ വിറ്റുകൊണ്ടിരുന്ന ഇടങ്ങൾ നിരവധി. നമ്മുടെ പാലയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിമ കച്ചവട കേന്ദ്രമായിരുന്നു. മനുഷ്യനെ വിറ്റുകൊണ്ടിരുന്ന കേരളത്തിലെ എണ്ണപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റുകളൊന്നാണ് പാലായിലെ അടിമച്ചന്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിരുനക്കരയിലെ അടിമച്ചന്ത, ചങ്ങനാശ്ശേരിയിലെ അടിമച്ചന്ത എന്ന് തുടങ്ങി നമ്മൾ കേരളത്തിൽ ഇന്ന് കാണുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഈ മനുഷ്യ കച്ചവടങ്ങളും കൂടെ നടന്നിരുന്ന ഒരു സ്ഥലങ്ങൾ കൂടിയാണ്. അപ്പം ആളുകളെ, നമ്മുടെ കന്നുകാലികളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന രീതിക്ക് തന്നെ
ആളുകളെ കൊണ്ടുവരികയും അവിടെ നിർത്തുകയും അവരെ പണം കൊടുത്ത് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ സമീപ സമയത്ത് വലിയ പഠനങ്ങളാണ് ഈ ഒരു മേഖലയിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് നെതർലൻഡിലെ പല പണ്ഡിതന്മാരും നമ്മുടെ നാട്ടിൽ ഈ ഇത്തരത്തിൽ മനുഷ്യ കച്ചവടത്തെ സംബന്ധിച്ചുള്ള, പ്രത്യേകിച്ച് അവർ ഡച്ചുകാരെ കുറിച്ചൊക്കെ പഠിക്കാൻ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പലതരം തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷണങ്ങളൊക്കെ നടന്നു. നമ്മുടെ കൊച്ചിയിലും ഈ നമ്മുടെ സമീപ സ്ഥലങ്ങളിലുമൊക്കെ എങ്ങനെയായിരുന്നു മനുഷ്യ കച്ചവടം എന്നുള്ളതിനെ സംബന്ധിച്ച്. അപ്പോൾ അതിൽ അവർ പല പുതിയ തെളിവുകൾ കണ്ടെത്തുക, നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന കച്ചവട രീതിയായിരുന്നു, മനുഷ്യ കച്ചവടമായിരുന്നു നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നതാണ് ഇവർ പറയുന്നത്. അപ്പം എല്ലാ ആളുകളും അതിനകത്ത് പങ്കെടുക്കുകയും ചെയ്യും. ഒരു പ്രധാന ഏജന്റ് എന്ന നിലയിൽ നമ്മൾ കാണുന്നത് ഈ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളും മുസ്ലിം ആയിട്ടുള്ള ആളുകളെയുമാണ് നമ്മൾ, അവരുടെ പേരുകളാണ് നമ്മൾ കാണുന്നത്. അപ്പം ചില പള്ളികൾ, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാരുടെ സമയത്തുണ്ടായത് ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് ഡേ എന്ന് പറയുന്ന ഒരാൾ. അപ്പം അങ്ങേര് നമ്മുടെ കൊച്ചിയുടെ ഒരു ഹിസ്റ്ററിയൊക്കെ എഴുതിയിട്ടുണ്ട്. ലാൻഡ് ഓഫ് പെരുമാൾ എന്നും പറഞ്ഞുകൊണ്ടൊരു പുസ്തകം വരുന്നുണ്ട് അദ്ദേഹത്തിന്. പിന്നെ അദ്ദേഹം മലബാറിലെ മത്സ്യങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു പഠനമൊക്കെ നടത്തുന്നത്. അദ്ദേഹം പല ഡച്ച് ഡോക്യുമെന്റുകൾ 1960-കളിലാണ് എഴുതുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഈ മട്ടാഞ്ചേരി ഭാഗത്തും കൊച്ചിയിൽ പല പ്രദേശങ്ങളിലുമൊക്കെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ 6 ദിവസം ഈ അടിമകളെ കെട്ടിയിടുന്ന ഗോഡൗണായിട്ടാണ് ഉപയോഗിക്കുന്നത്. 7-ാം ദിവസം ഈ അടിമകളെയൊക്കെ പുറത്ത് നിർത്തിയിട്ട് അവിടെ ആരാധന നടത്തുന്ന ഒരു രീതിയായിരുന്നു നമ്മുടെ കൊച്ചി ഭാഗത്തുണ്ടായിരുന്ന ചില ദേവാലയങ്ങൾ എന്നൊക്കെ പറയുന്നത്. നമ്മൾ പള്ളികളിലെ പല ഓലക്കെട്ടുകളും പള്ളികളിൽ ലേലം വിളിച്ചിരിക്കുന്ന വസ്തുക്കളെയൊക്കെ പരിശോധിച്ചു. അവിടെയും നമ്മൾ മുളന്തുരുത്തി പള്ളിയിലൊക്കെ നമ്മൾ രേഖകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ കാണാം ഈ ഒരു പറയ സ്ത്രീയെയും ഒരു കാളയെയും കൂടെ പള്ളിയിൽ ലേലം വിളിക്കുന്നു, അല്ലെങ്കിൽ ചില കുട്ടികളെ ലേലം വിളിക്കുന്നു. ഒരു ഇഗ്നേഷ്യസ് പയ്യപ്പള്ളി എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട്, വരാപ്പുഴയുടെ ഇതിലാണ്. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ചില പഠനങ്ങളുണ്ട്. ഈ പള്ളികളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഓലക്കെട്ടുകൾ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ പഠനങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിൽ ഈ സ്ലേവറിയെ സംബന്ധിച്ചുള്ള, അതായത് പള്ളികളിൽ വിൽക്കപ്പെട്ട മനുഷ്യരുടെ എണ്ണവും എത്ര ആളുകളെയൊക്കെ വിറ്റു ചില സ്ഥലങ്ങളിൽ എന്നൊക്കെയുള്ള കണക്കുകളൊക്കെ അവർ ഈ ഇഗ്നേഷ്യസ് അച്ഛൻ്റെയൊക്കെ പഠനത്തിലൊക്കെ നമ്മൾ കാണും. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന, അതായത് നമ്മളെ അതിശയിപ്പിക്കുന്ന രീതി, നമ്മുടെ നാട്ടിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിലേക്കും മൗറീഷ്യസിലേക്കും ഇംഗ്ലണ്ടിലേക്കും ഒക്കെ ഇഷ്ടം പോലെ മനുഷ്യന്മാരെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വിറ്റിരിക്കുന്നത്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ ചില സ്ഥലത്തിന്റെ പേരൊക്കെ ഈ കൊച്ചിയിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ഒരു അടിമയുടെ പേരിൽ തന്നെയാണ് ആ സ്ഥലം ഇന്നും അറിയപ്പെടുന്നത്. അതുപോലെ മൗറീഷ്യസിലെ ഒരു സ്ഥലത്തിന്റെ പേര് മലബാർ ടൗൺ എന്നാണ് സ്ഥലത്തിന്റെ പേര് തന്നെ. അതിന്റെ കാരണം മലബാറിൽ നിന്ന് പോയ മനുഷ്യന്മാരാണ് അവിടെ ഏറ്റവും കൂടുതൽ താമസിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളൊരു കാരണത്താലാണ്. അപ്പോൾ അതുപോലെ പല ആളുകളെയും അതിനകത്ത് വിൽക്കപ്പെട്ടിരുന്നു. നമ്മുടെ ഒരു സങ്കല്പം ഈ ഇവിടുത്തെ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട പുലേര് പറയേര് പോലുള്ള ഒരു വിഭാഗം ആളുകളെ മാത്രമായിരുന്നു വിറ്റിരുന്നത് എന്നുള്ളതായിരുന്നു. പക്ഷേ പഠനങ്ങൾ വരുമ്പോൾ, നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് യൂറോപ്യന്മാർ വന്നതിന് ശേഷം ഉണ്ടായ കച്ചവടത്തിൽ ഇഷ്ടംപോലെ നായന്മാരെയും എന്ന് തുടങ്ങിയ എല്ലാവിധ ജാതിയിൽപ്പെട്ട ആളുകളെയും മനുഷ്യരെ പിടിച്ച് നേരെ വിൽക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കാണുന്നു. അപ്പൊ ഇതും നമുക്കൊരു തെറ്റല്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ മനുഷ്യനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നത് നിയമപരമായി തന്നെ ചെയ്യുന്നു, മാർക്കറ്റിൽ വെച്ച് ചെയ്യുന്നു. അതിന് അടിമ തീറോല എന്ന് പറയുന്നൊരു കാര്യം, നമ്മളിന്ന് വണ്ടി മറ്റു വാഹനങ്ങളൊക്കെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ നമ്മളൊരു കരാർ എഴുതി കൊടുക്കാറുണ്ട്, ഒരു കച്ചവടത്തിൻ്റെ ഒരു ചീട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതേ രീതിക്ക് തന്നെ ഒരു സ്ലേവ് ട്രാൻസാക്ഷൻ ഡീഡ് നമ്മൾ പലയിടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന ദേശത്ത് നിന്ന് താമസിക്കുന്ന ഇന്ന പുലയ സ്ത്രീയും അവരുടെ 2 മക്കളെയും ഇന്ന സ്ഥലത്ത് നിന്ന് ഇത്ര അണക്കി ഇന്ന ദേശത്തേക്ക് ഇത്ര രൂപയ്ക്ക് വിൽക്കുന്നു, അവരെ കൊല്ലാം അല്ലെങ്കിൽ വിൽക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന്, യു മേ സെൽ ഓർ കിൽ എന്ന് പറഞ്ഞിട്ടാണ് അവരത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ അടിമ തീരോലോടെ തന്നെ. അപ്പോൾ ഇതും നമ്മളെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല, അത് മലയാളികളെ സംബന്ധിച്ച് ഈ മനുഷ്യനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ പള്ളികളെ തന്നെ പോലും, നമ്മുടെ നാട്ടിൽ നമുക്ക് വലിയ ഹിസ്റ്ററി ഉണ്ട്, സെമറ്റിക് റിലീജിയന്റെ വലിയ ഹിസ്റ്ററി പറയുന്ന ഒരു ദേശമാണ് കേരളം. നമുക്ക് യഹൂദന്മാരുടെ പ്രസൻസ് ഉണ്ട്, ക്രിസ്ത്യാനികളുടെ പ്രസൻസ് ഉണ്ട്, ഇസ്ലാം മതത്തിന്റെ പ്രസൻസ് ഉണ്ട്. പക്ഷെ ഈ 3 മതവിശ്വാസികളും കേരളത്തിലെ ഇത്തരത്തിലുള്ള ഒരു അവരുടെ മതങ്ങൾ പഠിപ്പിച്ചിരുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ജീവിച്ചിരുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അവരെല്ലാം വളരെ സജീവമായി പങ്കെടുത്തതുമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതൊന്നും അവരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആരെ സംബന്ധിച്ചോ ഒരു പ്രശ്നമല്ല. നമുക്ക് തന്നെ അറിയാം, സതി, ഇത് തന്നെ ആലോചിച്ചാൽ മതി ഏതൊരു ആളും. സതി എന്ന് പറയുന്നത് എന്തുമാത്രം മനുഷ്യത്വ വിരുദ്ധവും സ്ത്രീ വിരുദ്ധവും ആയിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചിതയിൽ ചാടി ഭാര്യ മരണപ്പെടണം എന്ന ഒരു പിടിവാശിയും ഒരു നിയമവും നിലനിന്നിരുന്നു. അപ്പൊ ഇത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഒരു തെറ്റേ അല്ലായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ വരെ പ്രത്യേകിച്ച് രാജാറാം മോഹൻ റോയും യൂറോപ്യൻ ചില സിദ്ധാന്തങ്ങളും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഇന്ത്യക്കാർ തിരിച്ചറിയുന്നത് അതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് എന്നൊരു നിരീക്ഷണം ഇന്ത്യക്കാർക്ക് തോന്നും. അപ്പൊ ഇങ്ങനത്തെ ഒരു രീതിയിൽ ഇതിന്റെ എല്ലാം ഒരു പ്രധാനപ്പെട്ട കാരണം
അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വിശ്വാസവും ജീവിതവും നമ്മുടെ നാട്ടിൽ തുടരുന്നതിന് പ്രധാനമായി നിലനിന്നിരുന്നത് ഇവിടുത്തെ ഇത്തരത്തിലുള്ള ഒരു വിശ്വാസവും ജാതി സംബന്ധമായിട്ടുള്ള മനുസ്മൃതിയുമായി ബന്ധപ്പെട്ട ആലോചനകൾ മാത്രമായിരുന്നു. ഇങ്ങനെ ആളുകൾ ഒരു പ്രത്യേക ജീവിതക്രമത്തിൽ ജീവിക്കേണ്ടി വരും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് മറ്റു ഒരു രീതിയിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെ മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നു, മരണപ്പെടുന്നു, അതിന്റെ അപ്പുറമായുള്ള വേറൊരു രീതിയിൽ. അതുകൊണ്ടാണ് നമുക്ക് ഒരു ഇന്ത്യക്കാരൻ പോലും ഈ വേറൊരു പ്രദേശം പോയി കണ്ടുപിടിച്ചതിന്റെ ഒരു ഹിസ്റ്ററി പറയാനോ, അല്ലെങ്കിൽ നമ്മൾ ആയുർവേദത്തിനെയും മറ്റ് വൈദ്യസഹായത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ പാരമ്പര്യമൊക്കെ പറയുമെങ്കിലും ഒരു വില്ലേജിന്റെ പോലും ഒരു പകർച്ചവ്യാധി പിടിച്ചു നിർത്തിയതിന്റെ ഒരു തെളിവ് നമ്മുടെ മുൻപിലില്ല. വലിയ കഥകളൊക്കെ വേറൊരു രീതിയിൽ നമ്മളൊക്കെ പറയാറുണ്ടെങ്കിലും ഈ ഒരു മനുഷ്യന് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ നമ്മുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്ന് വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയെല്ലാം പ്രശ്നമായി മാറുന്നത് ഇത് കേവലമായി ഏതെങ്കിലും ഒരു ഉയർന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താഴ്ന്ന ജാതിക്കാരൻ മാത്രമല്ല ഇവിടെ പ്രശ്നത്തിലായി മാറുന്നത്. അത് നമ്മൾ ഈ ഒരു സിസ്റ്റം നിലനിന്നിരുന്ന ഏതൊരു വിഭാഗത്തെ, ഇപ്പം നമുക്ക് നമ്പൂതിരി വിഭാഗത്തിനെ പരിശോധിച്ചാലും അവിടെ നമുക്കറിയാം, അവിടെ ഇപ്പൊ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന വി ടി ഭട്ടതിരിപ്പാടിന്റെ എഴുത്തുകളും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും അല്ലെങ്കിൽ EMS ഉൾപ്പെടെയുള്ള ആളുകളുടെ ജീവിതത്തിന്റെ തുടക്കമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം അവരുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു വലിയൊരു പ്രതിസന്ധിയും പ്രശ്നങ്ങളും. സ്വന്തം ഒരാൾക്ക് മാത്രം വിവാഹം കഴിക്കാൻ സാധിക്കുക, സ്വന്തം മക്കളെ പോലും തൊടാൻ സാധിക്കാതെ വരിക, അവരെ അകന്ന് നിൽക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള വലിയ ഒരു ഹിസ്റ്ററിയാണ് നമുക്ക് മുമ്പിലുള്ളത്. അത് ഈ ജാതി എന്ന് പറയുന്ന ഒരു പ്രശ്നം ഏറ്റവും മുകളിലോട്ട് ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് എല്ലായിടത്തും ഒരേപോലെ. ഇപ്പം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ആളുകൾക്ക് ഈ വാക്കുകൾ പോലും ഉപയോഗിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ പേരിടുന്നതിന് പോലും സാധിക്കാതിരിക്കുക. ഇപ്പൊ നമ്മൾക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നും, പ്രത്യേകിച്ച് ഈ C. കേശവന്റെയൊക്കെ ആത്മകഥയ്ക്കകത്ത് ജീവിത സമരം പോലുള്ള പുസ്തകങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അപ്പൊ അവരൊക്കെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ആദ്യ സമയങ്ങളിലൊക്കെ സ്കൂളുകളിൽ കുട്ടികളെ ചേർക്കാൻ ചെല്ലുന്ന നിമിഷത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ഈഴവർ മുതൽ താഴേക്ക് വരുന്ന കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അവരുടെ പേരിന്റെ അവസാനം അമ്മ എന്ന് വരാൻ പറ്റത്തില്ല. അമ്മ എന്ന് പോയിട്ട് ഉള്ള ഒറ്റ കുട്ടിയെയും പള്ളിക്കൂടത്തിൽ ചേർക്കത്തില്ല എന്നൊക്കെ പറയുക, ഉപദ്രവിക്കുക, അവരുടെ പേരുകൾ മാറ്റുക. ഇപ്പൊ കൃഷ്ണൻ എന്നുള്ളൊരു പേര് ഒരിക്കലും ഒരു താഴ്ന്ന ആളുകൾക്ക് ഇടാൻ പറ്റത്തില്ല. അവർ അതിന് പകരം ഇടുന്നവരാണ് കിട്ടൻ എന്ന പേരാണ് ഇടുന്നത്. അപ്പൊ ഇങ്ങനെ എല്ലാത്തിനും വ്യത്യസ്തമായ ഈ ചീരൻ, രാമൻ എന്നുള്ള പേരിടാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനത്തെ പലതരം വിചിത്രമായ രീതിയിൽ നമ്മളെ വാക്കുകൾക്ക് പോലും ഉണ്ടായിരുന്നു. അപ്പൊ ഇത് താഴെത്തട്ടിൽ മാത്രമല്ല, ഇപ്പൊ ഒരു നായർക്ക് ഒരു നമ്പൂതിരിയുടെ മുമ്പിൽ നിന്ന് ഇത് സ്വന്തം മകനെ മകനെന്നോ അല്ലെങ്കിൽ ഈ വീടുന്നോ എന്ന് പറയാൻ അവകാശമില്ല. വേറെ ഒരു മോശമായിട്ടുള്ള ഹീനപദം ഉണ്ടായി. ഇതാണ് നമ്മൾ പറയേണ്ടി വരുന്നത്. അപ്പൊ അതിൽ ഒരു 100 വർഷം പോലും ആകാത്തൊരു സംഭവത്തെക്കുറിച്ച് ഒരു സംഭവം പറയാം. അതായത് ഈ നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ ഉള്ളൊരു പ്രധാന നിരീക്ഷണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാണുന്നതാണ്. ഈ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. 1930-കളിലാണ് ഉപ്പ് സത്യാഗ്രഹം വരുന്നത്. അപ്പൊ ഗാന്ധി ഒരു പ്രധാനപ്പെട്ട ഫിഗറായി മാറുന്നത് ഈ ഉപ്പ് സത്യാഗ്രഹത്തിന് ശേഷമാണ്. ഏറ്റവും കൂടുതൽ ഒരു പോപ്പുലർ മനുഷ്യനായി മാറുന്ന ഒരു നേതാവായി മാറുന്നത് ഇതിന് ശേഷമാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ. അപ്പം ഉപ്പ് സത്യാഗ്രഹം ഇന്ത്യയിലും എല്ലായിടങ്ങളിലും നടക്കുന്നു, അതേപോലെ കേരളത്തിലും നടക്കുന്നു. പാലക്കാട് നിന്ന് തലശ്ശേരി വരെ 33 പേര് ഉപ്പ് സത്യാഗ്രഹം നയിച്ചു. 33 പേരെ അറസ്റ്റ് ചെയ്തു. ഉപ്പൊക്കെ കുറുക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ പഠിക്കുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഇത് 30-കളിൽ നടന്നൊരു സംഭവമാണ്. അതേ സമയത്ത് തന്നെ 30-കളിൽ തന്നെ പാലക്കാട് ഒറ്റപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു പത്രവാർത്ത അംബേദ്കർ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ കോട്ട് ചെയ്യുന്നു. ഈ ബോംബെ സമാചാർ എന്ന് പറഞ്ഞൊരു പത്രമുണ്ട്, ബോംബെ സമാചാർ. അപ്പൊ അതിനകത്താണ് ഈ മലബാറിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കാസ്റ്റ് ഇഷ്യൂസിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഒരുപാട് പ്രസിദ്ധീകരിക്കപ്പെട്ടു. അപ്പൊ അതില് ഈ ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ശിവരാമൻ എന്നു പേരുള്ളൊരു കുട്ടി ഒരു പലചരക്ക് കട ചെന്നു. പലചരക്ക് കട ചെന്നിട്ട് ഉപ്പ് വേണം എന്ന് പറഞ്ഞു കടക്കാരനോട്. അപ്പൊ നായരായിട്ടുള്ള ഒരാളാണ് കടക്കാരൻ. ഈ ശിവരാമൻ എന്ന് പറഞ്ഞ ഈഴവ കുട്ടി ഉപ്പ് വേണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ ശിവരാമൻ അതിക്രൂരമായി തല്ലുകയാണ് ഈ കട ഉടമ. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നായരുടെ മുമ്പിൽ നിന്ന് ഒരു ഈഴവൻ ഒരിക്കലും ഉപ്പ് എന്ന് പറയാൻ അവകാശമില്ല, പുളിച്ചതെന്ന് വേണം എന്ന് പറയാൻ. അപ്പൊ ഈ കൊച്ചൻ ഈ ഉപ്പ് എന്ന് പറഞ്ഞ് പുളിച്ചതെന്ന് പറയാതെ ഉപ്പ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഈ കൊച്ചിനെ തല്ലിക്കൊല്ലുന്നത്. അപ്പൊ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി, അപ്പൊ ആരായിരിക്കും ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്? ഉപ്പെന്ന് പറയാൻ അർഹതയില്ലാത്ത എത്ര മനുഷ്യന്മാരായിരിക്കും ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്? അപ്പൊ ഇങ്ങനെ എല്ലാത്തിനും വ്യത്യസ്തമായ പദങ്ങളും ജീവിതവും, അതായത് നമുക്ക് ഒരിക്കലും എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ആളുകൾ ജീവിച്ചത് എന്ന് നമുക്ക് വലിയ അത്ഭുതം തോന്നുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എങ്ങനെ എല്ലാ ജീവിത രീതിയുടെ ഭാഗങ്ങളിലും ഇപ്പം നമ്മൾ സ്കൂളുകളിലാണെങ്കിൽ പോലും സ്കൂളുകളിൽ നിലത്തിരുത്തുന്ന ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അന്നത്തെ കാലത്ത് സ്കൂളിലെ കുട്ടികളെ തല്ലുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഉയർന്ന ജാതിക്കാരൻ അധ്യാപകനാണെങ്കിൽ താഴ്ന്ന ജാതിക്കാരൻ ഒരിക്കലും നമുക്ക് അറിയാം വടികൊണ്ടോ ചൂരിലുകൊണ്ടോ തല്ലുകയാണ് ചെയ്യുന്നത്. അന്നത്തെ കാലത്ത് തല്ലിക്കഴിഞ്ഞാൽ പൊല്യൂട്ടഡ് ആകും എന്ന കാരണത്തിൽ കുട്ടികൾക്ക് ചൂരിൽ വെച്ച് എറിയുക, എറിഞ്ഞടി എന്ന് പറയുന്ന രീതിയായിരുന്നു നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത്.
അപ്പം ഇങ്ങനത്തെ കുറേ സംഭവം ഇപ്പൊ പണ്ടത്തെ കാലത്തെ ഈ ചികിത്സാ രീതിയെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പണ്ടത്തെ ഇന്ത്യയിലുണ്ടായ, അല്ല പ്രത്യേകിച്ച് കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം ഈ ഒരു രോഗിയെ ഒരു ഡോക്ടർ തൊട്ട് ചികിത്സിക്കുന്നതാണ് ഏറ്റവും വലിയ മാറ്റമായിട്ട് നമ്മൾ കാണുന്നത്. കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം. ഇന്ന് നമുക്കറിയാം, നമ്മളൊരു രോഗിയെ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കുട്ടികളെ നെറ്റിയിലൊക്കെ തൊട്ട് നോക്കുന്നു, ടെമ്പറേച്ചർ നോക്കുന്നു. നമ്മളും ഡോക്ടറും തമ്മിൽ ഒരു കൈ ദൂരെ അകലത്തിൽ മാത്രമാണ് നമ്മൾ ഡോക്ടർ ഇരിക്കുന്നത്. അപ്പോൾ ഒരു 50-100 വർഷം മുമ്പത്തെ കേരളത്തിൽ അങ്ങനെ ഒരു കാഴ്ചയെ നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കത്തില്ല. പ്രത്യേകിച്ച് ഈഴവരായിട്ടുള്ള ആളുകൾ തന്നെയാണ് കൂടുതലും വൈദ്യന്മാരൊക്കെ ഉണ്ടായിരുന്നത്. അതിനെ സംബന്ധിച്ച് വലിയ പ്രഭാവം. ഇപ്പൊ കുമാരനാശന്റെയൊക്കെ നിയമസഭാ പ്രസംഗങ്ങളൊക്കെ പരിശോധിച്ചാൽ അദ്ദേഹം ഇവരുടെ ഒരു ഈഴവ പാരമ്പര്യമൊക്കെ പറയുന്നുണ്ട്, ഈഴവ വൈദ്യന്മാരുടെ പാരമ്പര്യം പറയുന്നു. അതുപോലെ ശ്രീനാരായണ ഗുരുവിനെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാക്കി മാറ്റിയതിൽ ശ്രീനാരായണ ഗുരു ഒരു വൈദ്യനായിരുന്നു എന്നുള്ളതായിരുന്നു ഈ KN മണിക്കരെ പോലെയൊക്കെയുള്ള ചരിത്രകാരന്മാരൊക്കെ നിരീക്ഷിക്കുന്നു. അപ്പം എന്തായാലും ഈഴവർക്കായാൽ വലിയ വലിയ ശ്രദ്ധേയരായിട്ടുള്ള പല ഫിസിഷ്യൻ ഈ വൈദ്യന്മാരൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട ആളായിരുന്നു ഒരു കുഞ്ഞുമാമി വൈദ്യൻ എന്ന് പറഞ്ഞൊരാൾ. അപ്പൊ അദ്ദേഹത്തിന്റെ 1900-ങ്ങളുടെ തുടക്കത്തിലാണ് സംഭവം. അപ്പൊ അദ്ദേഹത്തെ കൊണ്ട് ചികിത്സിപ്പിക്കുന്നു. ഉയർന്ന ജാതിക്കാരനെ തൊടാൻ പറ്റത്തില്ല. അപ്പൊ അദ്ദേഹം കോഴിക്കോടാണ് അദ്ദേഹത്തിന്റെ വീട്. അപ്പം ഒരു രോഗിയാണെങ്കിൽ രോഗിയുടെ കയ്യിൽ ഒരു ചരട് കിട്ടും. ചരട് കെട്ടിയിട്ട് ഇപ്പൊ രോഗി വീടിനുള്ളിൽ കിടക്കുന്നു, ഒരു നായരായിട്ടുള്ള ഒരാളെന്ന് കരുതുക, രോഗി വീടിനുള്ളിൽ കിടക്കുന്നു, രോഗിയുടെ കയ്യിൽ ഒരു ചരട് കിട്ടുന്നു. ചരട് വീടിന്റെ വെളിയിൽ കൂടെ ഇങ്ങനെ ജനലിനകത്തൂടെ വെളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. വൈദ്യൻ വന്ന് ഈ ചരടിൽ പിടിച്ച് നോക്കിയിട്ടാണ് ഈ രോഗം നിർണ്ണയിക്കുന്നത്. അപ്പൊ ഈ രോഗികളെ ഇവരെ കളിയാക്കാൻ വേണ്ടിയും ആളുകൾ ശ്രമിക്കാറുണ്ട്. ഉദാഹരണം പറഞ്ഞ ഒരു വീട്ടിലെ ഒരു ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ വീട്ടിലൊരു സ്ത്രീക്ക് ഭയങ്കര രോഗമായപ്പോഴത്തേനും ഇങ്ങേർക്ക് വല്ല കഴിവുണ്ടോ എന്നൊക്കെ അറിയണം ആദ്യം ഈ സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അപ്പൊ അതിനവർ വൈദ്യരെ വിളിച്ചോണ്ടൊന്ന് വീടിന്റെ വെളിയിൽ നിർത്തിയിട്ട് ഈ കട്ടിലിന്റെ കാലിലേക്ക് ചരട് കെട്ടിയിട്ട് നൂല് വെളിയിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പം ഡോക്ടറും അല്ലെങ്കിൽ ചികിത്സിക്കാൻ വരുന്ന ആളും രോഗിയും ഒരിക്കലും നേരിട്ട് കാണുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കട്ടിലിന്റെ കാലിലോട്ടാണ് ചരട് കെട്ടിയിട്ട് നൂല് ഇട്ട് കൊടുത്ത്. അപ്പൊ അദ്ദേഹം ചെവി ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു ആള് മരിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് ഇദ്ദേഹത്തിന് ഭയങ്കര കഴിവുള്ള ആളാണ് എന്നുള്ള ഒരു കാര്യം വരുന്നു. വേറെ ചില കഥകൾക്കകത്താണെങ്കിൽ ഈ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി പശുവിന്റെ കാലെ കൊണ്ട്, ഇതൊക്കെ കഥകളായിട്ട് ഇങ്ങനെ പറയുന്നതാണ്, ഈ പശുവിന്റെ കാലെ കൊണ്ട് ചരട് കെട്ടി വീടിന് അപ്പുറേന്ന്, അപ്പൊ ചരട് നേരെ വീടിനകത്തോട്ട് അകത്തോട്ട് വെളിയിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പൊ ഈ വൈദ്യൻ ഇതെ പിടിച്ചു നോക്കിയിട്ട് 2 ലിറ്റർ പാല് കിട്ടുമെന്ന് പറഞ്ഞു നോക്കിയാണ് വേറെ ചില കഥകൾ. അപ്പം ഇത് ഒരു പ്രധാന ഇതായിരുന്നു നമ്മളെ ചികിത്സിക്കാൻ വരുന്ന ആളുകളുടെ അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുക എന്നുള്ള കാര്യം. നമ്മുടെ ഹോസ്പിറ്റലുകളെ തന്നെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ന് നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലുകളെല്ലാം നമ്മുടെ രോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പലപ്പോഴും മെഡിക്കൽ കോളേജുകളൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ഗൈനക്കോളജി, ഓങ്കോളജി എന്നൊക്കെ പറഞ്ഞ് ഓരോ രോഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ വാർഡുകൾ നിർണ്ണയിച്ചിരിക്കുന്നത്. പിന്നെ സ്ത്രീയും പുരുഷനും എന്നുള്ളൊരു വിഭജനവും നമ്മൾക്ക് കാണുന്നു. അപ്പം ഗൈനക്കോളജിയിൽ ഏതെല്ലാം ജാതിക്കാരും മതക്കാരും ഉണ്ട് അവരെല്ലാം അതിൻ്റെ അകത്തുണ്ട്. അല്ലെങ്കിൽ ഓങ്കോളജിയിലാണ് അങ്ങനത്തെ രീതി തന്നെയാണ്. എന്നാലും നമുക്കൊരു 1930-കളിലും 40-കളിലുമൊക്കെ നമ്മൾ കേരളത്തിലെ അല്ലെങ്കിൽ തിരുവിതാംകൂറും കൊച്ചിയിലും ഉണ്ടായിരുന്ന ഹോസ്പിറ്റലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് നായന്മാരുടെ വാർഡ്, ബ്രാഹ്മണരുടെ വാർഡ്, പുലയരുടെ വാർഡ്, പറയരുടെ വാർഡ്, ഇങ്ങനെ ജാതി വാർഡുകളാണ്. അപ്പൊ ഈ നായന്മാർക്ക് എന്തെല്ലാം രോഗമുണ്ടോ അവരെല്ലാവരും ഒറ്റ വാർഡിൻ്റെ അകത്തായിരിക്കും. ബ്രാഹ്മണർക്ക് എന്തെല്ലാം രോഗമുണ്ടോ അവരും എല്ലാം ഇതേ രീതിക്ക് തന്നെയായിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മുടെ എല്ലാ ഇടങ്ങളിലും വളരെ കർശനമായി ജാതി പാലിച്ചിരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ജീവിച്ചു വരും. അപ്പൊ ഇതിനെ മാറ്റിമറിക്കുക, ഇതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് വലിയൊരു പ്രോസസ്സ് തന്നെയായിരുന്നു. ഈ ഇത്തരത്തിലുള്ള ഒരു ഹൈറാർക്കി നിലനിർത്തിക്കൊണ്ട് വരുന്ന അതിനെ മറികടന്നുകൊണ്ട് ആളുകൾ വിദ്യാഭ്യാസം ചെയ്തു വരുന്നു, എഴുതാനും വായിക്കാനും പഠിക്കുന്നു. അപ്പൊ അത് തുടക്കത്തിൽ തന്നെ നമ്മളും ഈ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇപ്പം റോബിൻ ജെഫറി എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു ചരിത്ര പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന്റെ PhD ഗവേഷണം തന്നെയാണ് ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം. സസെക്സ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ അവിടെ അദ്ദേഹം സബ്മിറ്റ് ചെയ്യണം. 75-ൽ അത് പുസ്തകമാകുന്നു. പിന്നെ 80-കളിൽ തന്നെ നമ്മുടെ മലയാളത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നു. നായർ മേധാവിത്വത്തിന്റെ പതനം എന്ന് പറഞ്ഞ് DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 10-20ഓളം എഡിഷനുകളൊക്കെ ആയിപ്പോൾ. അപ്പം അതിനകത്തൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാലും ഇവരും ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ റോബിൻ ജെഫ്രിയുടെയൊക്കെ വർക്കിനകത്ത് നിരവധിയായിട്ടുള്ള ഈ ഇത്തരത്തിലുള്ള സാമൂഹ്യ അനുഭവങ്ങൾ വലിയ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. ആളുകളെ പഠിക്കുന്ന ഈ മാറ്റങ്ങളെ സംബന്ധിച്ച് വെക്കുന്നത്. അപ്പം അതിന് അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് 1905 സമയങ്ങളിൽ 5-നും 10-നും ഇടയിലെ സമയങ്ങളിൽ കേരളത്തിലെ, അതായത് ഇത്രയും ജാതി പ്രശ്നങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ടെങ്കിലും ഏതൊരു ഗ്രാമത്തിൽ ചെന്നാലും
നിങ്ങൾ അവിടെ പത്രം വായിക്കാൻ അറിയാവുന്ന 2-3 ആളുകളെ കാണും എന്നൊരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ സാഹചര്യത്തിൽ ബോംബെയും മദ്രാസും കൽക്കട്ടയും കഴിഞ്ഞാൽ അടുത്ത സാക്ഷരതാ നിരക്ക് കൂടിയ പ്രദേശവുമായിരുന്നു ഈ തിരുവിതാംകൂർ എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ നമ്മളൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ തന്നെയാണ് നമ്മൾ ഈ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് തന്നെ നമുക്കറിയാം ഒരേ സമയം പല രീതിയിലുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്ന ഒരു ഇടം തന്നെയാണ് കേരളം എന്ന് പറയുന്നത്. അന്നത്തെ രീതിയും അത് തന്നെയാണ്. ജാതിയെ സംബന്ധിച്ചുള്ള വലിയ കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ ഇതിനെ നിലനിർത്തുന്നുണ്ട്. ഇപ്പൊ നമുക്ക് സമ്പന്നരാകാൻ സാധിക്കുന്ന വലിയ ആളുകളെ നമ്മൾ കാണുന്നു. ആ സമയത്ത് ഇപ്പം ഈ ജീവിത സമരത്തിനകത്ത് തന്നെ പറയുന്ന ഒരു രസകരമായ ഒരു സംഭവം തന്നെ ഈ പലരും കേട്ടിട്ടുള്ളതായിരിക്കും. നമ്മുടെ ഈ ഒരു കായംകുളം സ്വദേശിയായിട്ടുള്ള ആലുമൂട്ടിൽ ചാന്നാൻ എന്ന് പറഞ്ഞൊരു ഈഴവ പ്രമാണിയുണ്ട്. അപ്പൊ ഈ ചാന്നാൻ എന്ന് പറഞ്ഞ അതൊരു പദവിയാണ്. നമ്മൾ വലിയ ടാക്സ് ഒക്കെ കൊടുക്കുമ്പോൾ സർക്കാർ കൊടുക്കുന്നതാണ് ചാന്നാൻ, പണിക്കർ, പിള്ള, ഇത്തരം പദവികളൊക്കെ. അതുകൊണ്ടാണ് ചില ക്രിസ്ത്യൻസിനൊക്കെ പിള്ള നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അന്നത്തെ കാലത്ത് ഡോക്ടറേറ്റ് ഒക്കെ കൊടുക്കുന്ന പറഞ്ഞ പോലെ തന്നെ വിദ്വാൻ പോലെ തന്നെ കൊടുക്കുന്ന ഓരോ പദവികളാണ്. അപ്പൊ അതില് ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു ഈ ആലുമൂട്ടിൽ ചാന്നാൻ. അദ്ദേഹം ഒരു ഈഴവനാണ്, വലിയ സമ്പന്നനാണ്, ഏക്കർ കണക്കിന് ഭൂമിയും തോട്ടങ്ങളും അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട്. അദ്ദേഹത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത സ്വന്തമായിട്ട് അദ്ദേഹത്തിന് കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അന്ന് 2 പേർക്കേ കാറുള്ളൂ സ്വന്തമായിട്ട്. ഒന്ന് തിരുവിതാംകൂർ രാജാവിനും കാറുണ്ട്, ഈ ആലുമൂട്ടിൽ ചാന്നാനും സ്വന്തമായിട്ട് കാണും. വേറെ മലയാളികളായിട്ടുള്ള ആർക്കും തന്നെ കാറില്ല ആ സമയങ്ങളിൽ. ബാക്കി ഇംഗ്ലീഷുകാരായിട്ടുള്ള ആളുകൾക്കൊക്കെ കുറച്ച് പേർക്ക് കാറുണ്ട്. അപ്പൊ ഈ ആലുമൂട്ടിൽ ചാന്നാന്റെ യാത്രയാണ് നമ്മളെ മനസ്സിലാക്കേണ്ടത്. വലിയ സമ്പന്നനാണ്, അതായത് തിരുവിതാംകൂർ രാജാവിന്റെ കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായിട്ട് കാറുള്ള ആളുകൂടെയാണ് ഈ ആലുമൂട്ടിൽ ചാന്നാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഡ്രൈവർ ഒരു നായർ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഡ്രൈവർ കാറെ കയറി ആലുമൂട്ടിൽ ചാന്നാൻ ഡോറൊക്കെ തുറന്ന് പുറയിൽ കയറിയിരുന്ന് യാത്ര പോവുകയാണ്. അവർ നേരെ തിരുവല്ല ഭാഗത്തേക്ക് പോകുന്നു. അപ്പൊ കായംകുളത്ത് നിന്ന് തിരുവല്ലയ്ക്ക് വരുന്ന വഴി ആദ്യം നമ്മൾ മാവേലിക്കര ക്ഷേത്രമാകുമ്പോൾ ആലുമൂട്ടിൽ ചാന്നാൻ ഡോറ് തുറക്കുന്നു, വെളിയിലേക്ക് ഇറങ്ങുന്നു. ഈ ക്ഷേത്രത്തിന് പുറകെ കൂടെ ഒരു വഴിയുണ്ട്, അവർണ ജാതികൾക്ക് നടക്കാം. അപ്പൊ ആ വഴി കൂടെ ഈ ആലുമൂട്ടിൽ ചാന്നാൻ നടന്ന് അപ്പുറേ വരുമ്പോൾ ഡ്രൈവറായിട്ടുള്ള നായർ ക്ഷേത്രത്തിന്റെ റോഡിന് മുമ്പിൽ കൂടെയുള്ള വഴിയിലൂടെ വണ്ടി ഓടിച്ച് അപ്പുറേ വരുന്നു. ആലുമൂട്ടിൽ ചാന്നാൻ കാറിൻ്റെ അകത്ത് കയറുന്നു, വീണ്ടും യാത്ര തുടരുന്നു. അടുത്ത ക്ഷേത്രമാകുന്നു. ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ ഡോറ് തുറന്ന് വെളിയിൽ ഇറങ്ങുന്നു. ക്ഷേത്രത്തിന് പുറകെ കൂടെ ഈ കാടും പള്ളയൊക്കെ ഉള്ള സ്ഥലത്തൂടെ പോയി അപ്പുറത്തേക്ക് വണ്ടിക്കകത്തേക്ക് കയറുന്നു, വീണ്ടും യാത്ര തുടരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ യാത്രയിൽ എത്ര ക്ഷേത്രങ്ങളും എത്രയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളും വരുന്നു. അവിടെയെല്ലാം ഈ ഏറ്റവും സമ്പന്നനായിരിക്കുന്ന മനുഷ്യൻ വെളിയിലിറങ്ങി കറങ്ങി വീണ്ടും യാത്ര ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ഈ ജാതി നിലനിൽക്കുന്ന സമൂഹത്തിൽ നിങ്ങൾ എന്തുമാത്രം സമ്പന്നനായാലും, നിങ്ങൾ എന്തുമാത്രം ഭൂമി വാങ്ങിയാലും, നിങ്ങൾ എന്തുമാത്രം പണം സ്വരൂപിച്ചാലും നിങ്ങളെ ജാതിയിലൂടെ മാത്രമേ ആളുകൾ കാണുകയുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നമായിട്ട് കാണും. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ ചില ഫലിതം എന്നുള്ള രീതിക്കും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ CV കുഞ്ഞിരാമന്റെ വർക്കുകൾക്കകത്തൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സംഭവം സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ തിരുവനന്തപുരത്ത് ഒരു നായർ പ്രമാണിയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര കമ്പമാണ് ഈ കുതിരയോട് ഭയങ്കര ക്രൈസാണ്. അപ്പൊ ഏത് കുതിര എത്ര രൂപ കൊടുത്തു അദ്ദേഹം വാങ്ങിക്കും. അപ്പൊ അങ്ങനെ അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പം ഒരു കുതിര ഉണ്ട്, നല്ല പൊക്കവും എടുപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം അദ്ദേഹം അതിന് മോഹവില കൊടുത്ത് കുതിരേനെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിലെ കൊണ്ടുവന്ന് 1-2 ദിവസം പ്രാക്ടീസൊക്കെ ചെയ്യിച്ച് അതിൻ്റെ മുകളിൽ കയറി യാത്ര ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം കുതിരയുടെ മുകളിൽ കയറി യാത്ര ചെയ്ത് തുടങ്ങിയപ്പം കുതിര റോഡിന് നടുക്കൂടെ നടക്കുന്നില്ല, കുതിര പയ്യെ സൈഡിൽ കൂടെ നടക്കുന്നു, ഓടയ്ക്കകത്തൂടെ നടക്കുന്നു, ഈ റോഡിൻ്റെ അരികെ ചേർന്ന് നടക്കുന്നു, ഈ തോട്ടത്തിനകത്തൂടെ കയറിപ്പോകുന്നു. അപ്പൊ ഇങ്ങനെ ഇതിനോട്ട് പഠിച്ച പണി 18 നോക്കിയിട്ട് കുതിര ജന്മം ചെയ്ത ഈ റോഡിന് നടുക്കൂടെ നടക്കുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിന് ആ കൺഫ്യൂഷൻ. അദ്ദേഹം ഈ കുതിരയുടെ ഉടമസ്ഥൻ ആരാന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അതൊരു ഈഴവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുതിരയായിരുന്നു. അപ്പൊ ഈഴവർക്ക് ഒരിക്കലും റോഡിന് നടുക്കൂടെ സഞ്ചരിക്കാൻ പറ്റാത്തതുകൊണ്ട് കുതിരയും ഇതേ രീതിക്ക് ട്രെയിൻഡ് ആയി പോയി എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു കാഴ്ചകൾ, അതായത് നമുക്കിങ്ങനെ പറയാൻ പോയ നിരവധി കാഴ്ചകളും സംഭവങ്ങളുമാണ്. ഇതെല്ലാം നടന്ന കാര്യങ്ങളും വിചിത്രമായിട്ടുള്ള നമ്മളെ അത്ഭുതപ്പെടുന്നതായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെയെല്ലാം ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറിയത് മനുഷ്യന്റെ അന്തസ് വേണം എന്നൊരു ചിന്തയായിരുന്നു ഇതിനിടെയെല്ലാം ഉയർന്നു വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചാണെങ്കിലും ശ്രീനാരായണ ഗുരു വളരെ കൃത്യമായി ഈ കൊളോണിയലിസത്തെ ഡിഫൈൻ ചെയ്ത ഒരാളാണെന്നുള്ള രീതി നമുക്ക് പറയും. ഇപ്പൊ ശ്രീനാരായണ ഗുരുവിനോട് ചോദിക്കുന്നു, മറുപടി അദ്ദേഹം പറഞ്ഞു, നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്നൊരു നിരീക്ഷണം അദ്ദേഹം മുൻപോട്ട് വെക്കുന്നു. അതായത് അന്ന് വരെ ഒരു ഈഴവനും സന്യാസിയാകാൻ സാധിക്കത്തില്ല. ബ്രിട്ടീഷ് ഭരണം, അതുപോലെ പെരിയോറിനെ നമ്മൾ പരിശോധിച്ചു. പെരിയോറും പറയുന്നുണ്ട് ബ്രിട്ടീഷ് ഭരണം നമ്മളെ സാമ്പത്തികപരമായി കൊള്ളയടിച്ചെങ്കിലും മനുഷ്യത്വം എന്നീ വാക്കുകളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ബ്രിട്ടീഷ് ഭരണമാണ് എന്ന ഒരു കാര്യവും ഇദ്ദേഹം സൂചിപ്പിക്കുകയാണ്. അപ്പൊ നമുക്കിവിടെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതായിരുന്നു. മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ മനുഷ്യനാണെന്ന് സ്വയം തിരിച്ചറിയുന്ന ചില നിമിഷങ്ങളായിരുന്നു
ഇത് ഈ ഒരു പീരീഡിൽ നമ്മൾ ഉയർന്നത്. അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പനാണ് ഇതിൻ്റെ ഒരു ഏറ്റവും തീവ്രമായ രീതിയിൽ പല കാര്യങ്ങളെക്കുറിച്ചും ഇത്തരം സൂചനകൾ നൽകിയൊരു പ്രധാനപ്പെട്ട വ്യക്തി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ്, കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിൽ ഇല്ലാതിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ജാതിയിൽ അധിഷ്ഠിതമായ ഒരു സൊസൈറ്റിയിൽ ഇല്ലാതിരുന്ന ഒരു കാര്യമാണ് മനുഷ്യന്റെ അന്തസ് എന്ന് പറയുന്നത്. മനുഷ്യൻ അന്തസ്സില്ല. മനുഷ്യൻ അത് മനുഷ്യരായി പരിഗണിക്കുന്നില്ല. അവനെ തല്ലിയാലോ കൊന്നാലോ ഉപദ്രവിച്ചാലോ ഒക്കെ ഒരു പ്രശ്നവുമില്ല എന്ന ഒരു സങ്കല്പത്തിൽ നിലനിന്നിരുന്ന ഒരു ദേശമായിരുന്നു നമ്മുടെ ഇന്ത്യയും കേരളവും എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് നമ്മൾ കൊളോണിയൽ പീരീഡിലെ ഈ ഭരണങ്ങളും കാര്യങ്ങളും എല്ലാം വരികയും അങ്ങനെ നമ്മളൊരു പുതിയ വ്യവസ്ഥയിലേക്ക് വരുന്നു. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നമ്മൾ ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഏതെങ്കിലും ഒരു ബ്രിട്ടീഷ് ഭരണം നടത്തിക്കൊണ്ടിരുന്ന കുറെ മനുഷ്യന്മാരെ ഇവിടുന്ന് ഓടിച്ചു വിട്ടതിന്റെ ആഘോഷമല്ല ഇന്ത്യയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് തുല്യമല്ലാതിരുന്ന ഒരു സൊസൈറ്റിയിൽ എല്ലാവരും തുല്യരാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു ടെക്സ്റ്റാണ് നമ്മളെ സംബന്ധിച്ച് പ്രധാനമായും ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പൊ ഇത് പ്രധാനമായും വരുന്നത് മനുഷ്യന്റെ അന്തസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ മുൻപോട്ട് വെച്ചാണ്. മനുഷ്യന്റെ അന്തസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഗാന്ധിയുടെ ഒരു ഉദാഹരണം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം അപമാനിതനാകുന്ന നിമിഷത്തിലാണ് അദ്ദേഹം തിരിച്ചറിയുന്നത്. അദ്ദേഹത്തിന് അന്തസ്സിന് കളങ്കമേറ്റ നിമിഷത്തിലാണ് അദ്ദേഹം സ്വയം തിരിച്ചറിയുന്നത്. അപ്പം ഇന്ത്യയുടെ ആളുകൾ എല്ലാവരും തന്നെ ഒരു തിരിച്ചറിവുണ്ടായ ഒരു നിമിഷത്തിന് നമ്മൾ കൊളോണിയൽ പീരീഡ് എന്നുള്ള രീതി, അതിന് നമ്മൾ കൊളോണിയൽ ആധുനികത എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് വേറെ ചില നിരീക്ഷണങ്ങളൊക്കെ, അത് പല കാര്യങ്ങളുണ്ട്, വിമർശനങ്ങളും ഒക്കെ ഉള്ള ഒരു കാര്യമൊക്കെ തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ ഇവിടെ എല്ലാം ഉണ്ടായ ഏറ്റവും വലിയ മാറ്റം നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഉണ്ടായത്. അപ്പൊ ആ ഒരു തിരിച്ചറിവ് നമുക്കിനി മുൻപോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിന്റെ സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, കേരളത്തിൽ ആദിവാസികളെ സംബന്ധിച്ചുള്ള ആലോചനകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആദിവാസികളെ ഇന്ന് ഉപദ്രവിക്കുന്നത് യൂറോപ്പിൽ നിന്ന് വന്നവരോ ഓസ്ട്രേലിയക്കാരോ ഇംഗ്ലീഷുകാരോ ഒന്നുമല്ല, നമ്മളൊക്കെ തന്നെയാണ് അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മധുവിന്റെ ഭരണത്തിന് ഉത്തരവാദികളായി മാറിയത് നമ്മൾ മാത്രമാണ്, അല്ലാതെ വേറെ യൂറോപ്യൻ ഭരണമോ അല്ലെങ്കിൽ വേറെ ആളുകളോ ഒന്നും തന്നെയല്ല. അപ്പൊ ഇത് വളരെ കണക്റ്റഡ്. അതായത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ആരാണ് പരിഷ്കരിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങുന്ന മനുഷ്യന്മാരാണോ, ഉപദ്രവിക്കുന്നവരാണോ മനുഷ്യരാണെന്ന് തിരിച്ചറിയേണ്ടത് എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഇപ്പൊ ആദിവാസികളെ ഉപദ്രവിക്കുന്നവരാണോ, ആദിവാസികൾക്കാണോ ബോധം ഉണ്ടാകേണ്ടത്, വിവരം വെക്കേണ്ടത്, അല്ലെങ്കിൽ മനുഷ്യനാണ് എല്ലാവരും എന്ന തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് ആദിവാസിക്കാണോ അതോ ആദിവാസിയെ ഉപദ്രവിക്കുന്ന ആൾക്കാണോ എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യമായി നമ്മുടെ മുമ്പിൽ വരുന്നത്. അപ്പൊ ഇതേ ചോദ്യം തന്നെ, അതായത് മനുഷ്യന്റെ അന്തസ്സുമായി ബന്ധപ്പെട്ട അതേ ചോദ്യം തന്നെയാണ് മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു രീതിക്കാണ് നമ്മുടെ എല്ലാവിധ ക്രമീകരണങ്ങളെയും നമ്മുടെ ജീവിതവും സാമൂഹ്യ ബന്ധങ്ങളും എല്ലാം നമ്മളെല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംബേദ്കറും അതുപോലെ എല്ലാ സാമൂഹ്യ പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്ന ഒറ്റ പോയിന്റിലാണ് അതിനെ ചുരുക്കി പറയുന്നത്. അതിനെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നുള്ളൊരു ടേമാണ്, ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരേ രീതിക്ക് തന്നെ എല്ലാവരെയും കാണുകയും കേൾക്കുകയും എന്നെപ്പോലെ തന്നെ അവകാശങ്ങൾ എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കുണ്ടെന്നും പൊതു ഇടങ്ങൾക്കും ഞാൻ വീട്ടിൽ എങ്ങനെയാണോ, എൻ്റെ വീട്ടിലെ ബാത്റൂം എങ്ങനെയാണോ, എൻ്റെ വീട്ടിൽ വരുന്ന ഒരു വ്യക്തിയോട്, സ്ത്രീയോടോ പുരുഷനോടോ കുട്ടിയോടോ ഞാൻ എങ്ങനെയാണോ പെരുമാറുന്നത് അതേ രീതിക്ക് തന്നെ പൊതു ഇടങ്ങളിലും ഞാൻ ചെയ്യും എന്ന് പറയുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, ഭരണഘടനയെ പാലിക്കുന്ന അല്ലെങ്കിൽ ഭരണഘടനയിലെ കാര്യങ്ങളെ നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പരിപൂർണമായി എത്തിച്ചേരേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ മനുഷ്യ അന്തസ്സും മനുഷ്യന്മാരാണ് എന്നൊരു തിരിച്ചറിവ് നമുക്കെല്ലാം ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.